ആശ്വാസമേകിയ അപ്പാ, ആരോഗ്യം നൽകിയ അപ്പാ, ആയുസ്സിൻ കാലമെല്ലാം അങ്ങേ അനുസരിച്ചിടും. ഹല്ലേലൂയ. ആശ്വാസമേകിയ അപ്പാ, ആരോഗ്യം നൽകിയ അപ്പാ, ആയുസ്സിൻ കാലമെല്ലാം അങ്ങേ അനുസരിച്ചിടും. ആയുസ്സിൻ കാലമെല്ലാം അങ്ങേ അനുസരിച്ചിടും. അത് കയറി വന്നപ്പോൾ ഇനി ഈ പാട്ട് ആ പാട്ടിനെ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പുറകിലേക്ക് പോയി. തുടർന്ന് അത് എടുത്തുകൊണ്ട് ഇവിടെ കമ്പ്യൂട്ടറിൽ ആ 2 ലൈൻ ടൈപ്പ് ചെയ്ത് നിങ്ങളെ ഉദ്ഘാടനമായിട്ട് പാടി കേൾപ്പിച്ചു. ദൈവനാമ മഹത്വത്തിനായി. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഭാരങ്ങളും, ഓൺലൈനിലൂടെ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നു, എൻ്റെ സകല ചിന്താഭാരവും എൻ്റെ മേലിട്ട് കൊള്ളുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. ആശ്വാസമേകിയ അപ്പാ, ആരോഗ്യം നൽകിയ അപ്പാ, ആയുസ്സിൻ കാലമെല്ലാം അങ്ങേ അനുസരിച്ചിടും. ഒരു തീരുമാനത്തോടെ പ്രിയമകനെ പ്രിയമകളെ നീ മുന്നോട്ടേക്ക് പോകുന്നുവെങ്കിൽ നിന്റെ ആയുസ്സിൻ കാലമെല്ലാം ദൈവത്തെ അനുസരിക്കുമെന്നൊരു തീരുമാനത്തോടെ മുമ്പോട്ടേക്ക് പോകുന്നുവെങ്കിൽ ദൈവത്തിന്റെ കരം പ്രിയമകനെ പ്രിയമകളെ നിന്നോട് കൂടെ ഉണ്ടാകും. ദൈവത്തിന്റെ കരം നിന്നെ ആശ്വസിപ്പിക്കും. ദൈവം നിന്നെ കരുതും. ഒരമ്മ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി സ്വർഗത്തിലെ ദൈവം പ്രിയമക്കളെ നമ്മളെ കരുതുവാനിടയാകും. അതുകൊണ്ട് ധൈര്യമായിരിക്കുക. ഒന്നുകൊണ്ടും കലങ്ങേണ്ട, കർത്താവ് നമ്മളോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. സകല ആശ്വാസവും നൽകി നമ്മളെ പരിപാലിക്കും. പ്രാർത്ഥനയോടെ ദിവസം തീരുന്നാട്ടെ. Lord, I love you. Give you glory, glory, glory. Thank you. പാട്ടിൻ്റെ 2 ചരണങ്ങൾ, ഒന്ന് ഓൺലൈനിലായിരിക്കുന്ന മക്കളോ ഇവിടെ ആയിരിക്കുന്ന മക്കളോ എന്നോടുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്താട്ടെ. നിങ്ങൾക്ക് ഹൃദയത്തിനൊരു ആശ്വാസമാണ്. പറഞ്ഞേ. ആശ്വാസം നൽകിയ അപ്പാ. ഒന്നും കൂടെ. ആശ്വാസം നൽകിയ അപ്പാ, ആരോഗ്യം നൽകിയ അപ്പാ, ആയുസ്സിൻ കാലമെല്ലാം അങ്ങേ അനുസരിച്ചിടും. ആശ്വാസം നൽകിയ അപ്പാ, ആരോഗ്യം നൽകിയ അപ്പാ, ആയുസ്സിൻ കാലമെല്ലാം അങ്ങേ അനുസരിച്ചിടും. ശ്വാസം ഒരുമിച്ച്. ആശ്വാസം നൽകിയ അപ്പാ, ആരോഗ്യം നൽകിയ അപ്പാ, ആയുസ്സിൻ കാലമെല്ലാം അങ്ങേ അനുസരിച്ചിടും. ഒരുമിച്ച്. ആശ്വാസമേകിയ അപ്പാ, ആരോഗ്യം നൽകിയ അപ്പാ, ആയുസ്സിൻ കാലമെല്ലാം അങ്ങേ അനുസരിച്ചിടും. ഒരു തീരുമാനത്തോടെ. ആയുസ്സിൻ കാലമെല്ലാം അങ്ങേ അനുസരിച്ചിടും. ഒരു പ്രാവശ്യം കൂടെ. ആശ്വാസമേകിയ അപ്പാ, ആരോഗ്യം നൽകിയ അപ്പാ, ആയുസ്സിൻ കാലമെല്ലാം അങ്ങേ അനുസരിച്ചിടും. ആയുസ്സിൻ കാലമെല്ലാം അങ്ങേ അനുസരിച്ചിടും. യേശുക്രിസ്തുവിന്റെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതായിരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് താൻ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ യേശുക്രിസ്തു അനുസരണം പഠിച്ചു. ഒരു നാളിൽ തൻ്റെ സ്വന്തം ഇഷ്ടത്തിലേക്ക് പോയി, പിതാവേ അങ്ങയുടെ ഈ പാനപാത്രം നിന്ന് ഒഴിവാക്കി തരണമേ എന്ന് പറഞ്ഞെങ്കിലും അവിടെയും കഷ്ടങ്ങളിലൂടെ തൻ്റെ സ്വയത്തെ ത്യജിച്ച് താൻ അനുസരണം പഠിച്ചു. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടങ്ങൾ നിറവേറട്ടെ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ ആയുഷ്കാലം മുഴുവൻ നമുക്ക് ദൈവത്തെ അനുസരിക്കണമെങ്കിൽ
നാം യേശുവിനെ പിന്തുടർന്നാൽ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഈ ധ്യാനത്തിന് ദൈവം നമ്മളോട് ഇരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഏറ്റവും എതിർക്കപ്പെടുന്ന, അപ്പോൾ തന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മറഞ്ഞിരിക്കുന്ന സന്ദേശമാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അറിയിക്കുന്നത്. എങ്ങനെ? ഏറ്റവും എതിർക്കപ്പെടുന്ന, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, പക്ഷെ മറഞ്ഞിരിക്കുന്ന സന്ദേശം. The most opposing or the most opposed and the most blessed and the hidden message. ഏറ്റവും എതിർക്കപ്പെടുന്ന പക്ഷെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മറഞ്ഞിരിക്കുന്ന സന്ദേശം, വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിയാണ് സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് അറിയിക്കുന്നത്. ഹല്ലേലൂയ. യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷമാണ് ഒളിഞ്ഞിരിക്കുന്ന നിധി. അതാണ് നിധി, അതാണ് മനുഷ്യർക്ക് വേണ്ടത്. അത് അവസാനം മനുഷ്യൻ അവകാശമാക്കാൻ പോകുന്നത് അതാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, രാജാവ് തന്റെ വലത്തുള്ളവരോട്, അതായത് ക്രിസ്തു തന്റെ വലത്തുള്ളവരോട്, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഹല്ലേലൂയ, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പേ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കിങ്ഡം, അതാണ് ആ നിധി, അവകാശമാക്കിക്കൊള്ളുക. ഹല്ലേലൂയ. അപ്പൊ സ്വർഗസ്ഥ പിതാവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന കിങ്ഡമാണ്, ഒരു കുടുംബജീവിതമാണ്, ദൈവത്തോടു കൂടിയ ഒരു കുടുംബജീവിതം. ആ കുടുംബമാണ് പ്രപഞ്ചത്തെ വാഴാൻ പോകുന്നത്. ദൈവം പഴയതെല്ലാം നീക്കി പുതിയത് കൊണ്ടുവരികയാണ്. അപ്പൊ ആ പുതിയ പ്രൊജക്റ്റിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവത്തിന്റെ പുതിയ ഫാമിലി പ്രൊജക്റ്റാണ്. ആ ഫാമിലിയാണ് തുടർന്ന് ഇതാ വാഴുവാനായിട്ട് പോകുന്നത്. അതിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, ഈ സന്ദേശം നിങ്ങൾ അറിയാതിരിപ്പാൻ പിശാചും അവൻ്റെ ആളുകളും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം പുതിയ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ നഷ്ടം സംഭവിക്കുന്നത് പിശാചിനാണ്. അവരെ മാറ്റിയാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരിക്കലും അവരതിന് സമ്മതിക്കത്തില്ല, മാക്സിമം അതിനെ എതിർക്കും. ഒരു രാഷ്ട്രീയ പാർട്ടി, ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാറ്റി വേറെ രാഷ്ട്രീയ പാർട്ടി വരുമെന്ന് അറിഞ്ഞാൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എങ്ങനെയൊക്കെ അതിനെ തടയുമോ അതേപോലെ എല്ലാം പിശാചും അവന്റെ സൈന്യവും ഇതിനെ തടയുവാനായിട്ടിടയാവും. പക്ഷെ നമുക്ക് സുബോധമില്ലെങ്കിൽ നമ്മൾ പിശാചിന്റെ കൂടെ കൂടി നമ്മളെ തന്നെ നമ്മൾ തടയും. കാരണം സത്യം നമ്മൾ അറിയുന്നില്ല. സത്യം അറിയണം, മനസ്സിലാക്കണം. എപ്പോഴും ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ വചനത്തിൽ നിലകൊള്ളണം. തെറ്റായി സ്റ്റാൻഡ് ചെയ്യരുത്. ഈ വചനപ്രകാരം നിലകൊള്ളണം, ഈ വചനപ്രകാരം മൂവ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഇവിടെ പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനെ നിങ്ങൾ വിശ്വസിക്കേണ്ട, നിങ്ങളുടെ കയ്യിൽ വിശുദ്ധ ബൈബിൾ വേണം വിശ്വസിക്കാൻ, ബൈബിളിലെ വചനങ്ങൾ വേണം വിശ്വസിക്കാൻ. അതെല്ലാം ഡയറക്ഷൻ ഒന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യസ്തമായ ഡയറക്ഷൻ നിങ്ങൾ കാണുന്നെങ്കിൽ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഈ ഇരിക്കുന്നത് ആരാന്നറിയാമോ? ഇതൊക്കെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മക്കളാണ്, ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളാണ്, ഭാവിയിലെ രാജാക്കന്മാരായിരിക്കണം മൊത്തം. അപ്പൊ നിങ്ങൾ പറയും, ചുമ്മാ കാളിദാസ് പറഞ്ഞു, ഞാൻ സരസ്വതിയല്ലേ, ഞാൻ എന്താ മോഹനനല്ലേ, അല്ലേ? ഇതെന്താ അറിയോ നിങ്ങൾക്ക്? അറിയത്തില്ല അല്ലേ? നിങ്ങളത് കണ്ടിട്ടില്ല അല്ലേ? നമ്മുടെ നാട്ടിലൊന്നും ഇല്ല ഈ സാധനം. ഇതങ്ങ് യൂറോപ്പിൽ നിന്ന് വന്നതാ. ജാതിക്ക അല്ലേ? ഇത്രയും വലുത് കാണാത്തതുകൊണ്ടായിരിക്കും.
നിങ്ങളുടെ അടുത്തുണ്ട് ജാതിക്ക അല്ലേ? ഇത് പുറത്ത് ജാതി പത്രി, അകത്ത് ജാതിയുടെ കായാണ് ജാതിക്ക. ഇതെന്താണ്? ജാതിക്ക. പക്ഷെ ഞാനിത് നോക്കുമ്പോൾ എനിക്കിത് കാണാൻ പറ്റുന്ന വലിയൊരു ജാതി മരമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ജാതി മരം? അനേക ജാതി മരത്തെ എനിക്ക് ഇതിനുള്ളിൽ കാണാം. ഒരെണ്ണമല്ല, അതിൽ കൂടും അനേക ജാതി മരം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഒളിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനിതിൻ്റെ ഭാവിയിലേക്കാണ് നോക്കണേ, നിങ്ങളിതിൻ്റെ ഇന്നത്തേക്കാണ് നോക്കണേ. നിങ്ങൾ ഇതിൻ്റെ ഇന്നാ നോക്കണേ, ഞാൻ നോക്കുന്നത് ഇതിൻ്റെ ഭാവിയിലേക്കാണ്. ഇതിന്റെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഇത് നിലത്തിട്ട് മുളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ജാതി മരം വെളിയിലിറങ്ങും. ശരിയല്ലേ? ഒളിഞ്ഞിരിക്കുന്നതിന് വെളിയിലിറക്കും. ഇതേപോലെ ഈ ഇരിക്കുന്ന മനുഷ്യരെല്ലാം ഈ ശബ്ദ കാഴ്ച പരിധിയിൽ കുഞ്ഞെ നിന്നെ ഇന്ന് ദൈവം ഇത് കേൾക്കാൻ അനുവദിച്ചതെങ്കിൽ ദൈവം നിനക്ക് ഈ ദൈവരായത്തിന്റെ മൊഴികൾ തുറന്നു തരികയാണ്. ദൈവം ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രന്റെ അടുക്കൽ വരുന്നില്ല. പുത്രന്റെ അടുക്കൽ വന്നവനാണ് ഈ പുത്രൻ ഈ അപ്പനെ കുറിച്ചും അപ്പന്റെ പദ്ധതിയെക്കുറിച്ചും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അല്ലാത്തവർക്ക് ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. കാരണം ദിസ് ഈസ് ഹിഡൻ. ഇത് മറഞ്ഞിരിക്കുന്നതാ. ഇത് വെളിപ്പെട്ട് കിട്ടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഈ വിത്ത് പോലെ ഈ ഇരിക്കുന്നതെല്ലാം വിത്തുകളാ. ഇതിന്റെ ഉള്ളിൽ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതാണ് നിങ്ങളുടെ മഹത്വം. ആ മഹത്വത്തിന്റെ പ്രത്യാശയാണ് നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്നത്. ഇതാണ് കൊളോസ്യ ലേഖനം 1:27 പറയുന്നത്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മഹത്വം, ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മഹത്വം, നമ്മൾ ദൈവപുത്രനായ ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മഹത്വം, ആ മഹത്വത്തിന്റെ പ്രത്യാശ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ ജാതിക്കുരുവിന്റെ ഉള്ളില് ഇതിന് നിത്യം ജീവിക്കാനുള്ളത് ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ജാതി മരം ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുക. ഇത് ഉപയോഗിക്കുന്ന കൃഷിക്കാരൻ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മതി, ജാതി മരം പുറത്തിറങ്ങും. ഇതേപോലെ ഈ കാണുന്ന മനുഷ്യ വിത്തുകളായ നമ്മൾ, വീണ്ടും ജനിക്കപ്പെട്ട് നമ്മളെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ, വിശുദ്ധ ബൈബിളിലെ വചനം ക്രിസ്തു പറഞ്ഞതുപോലെ ഉപയോഗിച്ചാൽ, നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവപുത്രൻ ക്രിസ്ത്യാനി രൂപൻ വെളിയിലിറങ്ങും. നീ ദൈവത്തിന്റെ പുത്രനാണ്. പിന്നെ പുറത്ത് നീ മനുഷ്യന്റെ മകനാണ്, ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ച ആളാണ്. പക്ഷെ യേശു കർത്താവിന് രക്ഷകനായി സ്വീകരിച്ച പ്രിയ മകനെ, പ്രിയ മകളെ, നീ ദൈവത്തിന്റെ പുത്രനാണ് നിന്റെ ഉള്ളിൽ. പക്ഷെ പുറമെ നീ നോക്കുമ്പോ നീ ആരാണ്? ജാതിക്ക. പക്ഷെ അകമേ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിനുള്ളിൽ എന്ത് കാണാം? ജാതി മരം. അതാണ് ഇതിന്റെ ഭാവി. മക്കളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് വേണം. കൊളോസ്യർ 1:27 വായിച്ചേ. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശ, നിനക്ക് കിട്ടാൻ പോകുന്ന മഹത്വത്തിന്റെ പ്രത്യാശ, നിനക്ക് കിട്ടാൻ പോകുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഫാദർ, വി താങ്ക് യു, we thank you. Hallelujah. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു
കിട്ടാൻ പോകുന്ന, ഭാവിയിൽ ലഭ്യമാകാൻ പോകുന്ന മഹത്വത്തിന്റെ പ്രത്യാശ. ആ ക്രിസ്തു, അതാണ് ദൈവപുത്രൻ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നുണ്ട്. നിങ്ങൾ വളർന്ന് കയറിയാൽ ക്രിസ്തുവിനെ പോലെയാവും. ഈ വിത്തിന്റെ ഉള്ളില്, ഈ ജാതി വിത്തിന്റെ ഉള്ളില് ഒരു മരമുണ്ട്. ഈ മരം പുറത്തിറങ്ങിയാൽ മൂവാണ്ടം മാങ്ങിയായി മാറുമോ? മാവായി മാറുമോ? എന്തായി മാറും? മറ്റൊരു ഇതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു ജാതി മരമായി മാറും. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരാ? ഒന്നുകൂടി വായിച്ചേ. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ആ മർമ്മം എന്ന് പറഞ്ഞാൽ മിസ്റ്ററി, മറഞ്ഞിരിക്കുക. അപ്പൊ ഇതിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുകയാണ് ഒരു ജാതി മരം. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുക, ഒളിഞ്ഞിരിക്കുകയാണ് ക്രിസ്തു. നമ്മുടെ ഭാവിയിലെ മഹത്വത്തിന്റെ ഇന്നുള്ള പ്രത്യാശയാണത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാ നിങ്ങളുടെ കയ്യില് നിങ്ങൾക്കൊരു ജോലി കിട്ടി, ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് അതിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതാ പെർ ആനം ഒരു വർഷം ഇതാ 6 ലക്ഷം രൂപ ശമ്പളമായിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഒരു വർഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശമ്പളത്തിന്റെ പ്രത്യാശയാണ് ഇപ്പൊ എവിടെ ഇരിക്കണേ? നിങ്ങളുടെ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ ആയിട്ടിരിക്കണേ. എടുത്താൻ കിട്ടിയാ? ഹല്ലേലൂയ. ഇതേപോലെ നമ്മളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തു, അത് ആ ക്രിസ്തു നമ്മുടെ മഹത്വത്തിന്റെ പ്രത്യാശയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് കിട്ടിയ അപ്പോയിന്റ്മെന്റ് ലെറ്ററും കൊണ്ട് നമ്മൾ ജോലി എടുക്കുന്ന സ്ഥലത്ത് ചെല്ലണം. എന്നിട്ട് ആ ജോലിക്ക് കയറണം. എന്നിട്ട് ജോലി എടുത്താലേ അത് കിട്ടും. ഇതേപോലെ ഈ വിത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രത്യാശയായ ഈ വിത്ത് ഇതിന്റെ ഉള്ളിലെ ഒളിഞ്ഞിരിക്കുന്ന മരത്തെ വെളിയിലെടുക്കണമെങ്കിൽ ഇത് വിതയ്ക്കണം, അത് വളരണം, അതിനെ സൂക്ഷിക്കണം. ഇതേപോലെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു പുറത്തിറങ്ങണമെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ അനുഗമിക്കണം. അതിലൂടെ ദൈവപുത്രൻ, നമ്മളുടെ മനുഷ്യപുത്രനെ ഓവർകം ചെയ്ത് ദൈവപുത്രൻ നമ്മളിലൂടെ വെളിപ്പെടണം. അങ്ങനെ വെളിപ്പെട്ടാൽ സ്വർഗത്തിലെ ദൈവം നമ്മളിലൂടെ ഈ ഭൂമിയിൽ വെളിപ്പെടും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, രാവിലെ കർത്താവ് തന്ന ചിന്ത ഞാൻ നിങ്ങളെ അറിയിച്ചെന്നേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് ഭാവിയിൽ കിട്ടാൻ പോകുന്ന മഹത്വം ആരുടെ മഹത്വം എന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ മഹത്വമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പലപ്പോഴും വിശ്വസിക്കാൻ വയ്യ. കാരണം ഇറ്റ്സ് എ മോസ്റ്റ് റെസിസ്റ്റിംഗ് മെസ്സേജ്. യേശു ക്രിസ്തുവിന് എന്ത് മഹത്വമാണോ ഉള്ളത്, ആ മഹത്വത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണം. എവിടെ ഇരിക്കണം? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണം. നിങ്ങളെ ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്താനല്ല പോണേ, ഞാൻ ഇരിക്കുന്ന സിംഹാസനത്തിൽ നിങ്ങളെയും ഇരുത്തും. ഞാൻ ജയിച്ച എൻ്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. ഇതുപോലത്തെ ഒരു ഓഫറൊക്കെ കിട്ടിയിട്ടുണ്ടാ? ജനം ഇതൊന്നും തിരിച്ചറിയുന്നില്ല. അവര് എനിക്ക് അന്നവസ്ത്രാദി സർവ നന്മകൾ എന്നും പറഞ്ഞുകൊണ്ട് യേശുവിന്റെ ചുറ്റും കിടന്നിട്ട് കറങ്ങുക. ഈ ഓഫർ തിരിച്ചറിയണം. യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ് വിളിച്ചേക്കണേ. അതുകൊണ്ട് നമ്മളുടെ ആ വിഷൻ ലിമിറ്റഡ് ആകരുത്. നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ ഒരു വചനം വായിക്കാം. സുവിശേഷ ഘോഷണത്താൽ നമ്മളെ വിളിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ്. ഹല്ലേലൂയ. നല്ലൊരു ക്ലിപ്പാന്ന് തോന്നുന്നു. നമ്മളെ വിളിച്ചിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ്. 2 തെസ്സലോനിയൻസ് 2-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് പെന്തക്കോസ്ത് സഭയിൽ ചേരാനാണ്, കത്തോലിക്ക സഭയിൽ ചേരാനാണ്, CSI സഭയിൽ ചേരാനാണ്.
ഇതൊന്നുമല്ല. യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ് വിളിച്ചേക്കണേ. എടുത്തിങ്ങൊന്ന് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷണ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. കണ്ടോ? അപ്പോ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത് എന്ത് പ്രാപിക്കാനാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ് സുവിശേഷ ഘോഷണത്താൽ നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഹല്ലേലൂയ. നാം ഇനി ഇരിക്കാൻ പോകുന്നത് യേശുവോട് കൂടെയാണ്. യേശു ഇരിക്കുന്നിടത്താണ്. യേശു ഇരിക്കുന്ന സിംഹാസനത്തിലാണ്. ഇതാ യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ ജയിച്ച എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോട് കൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തും. ഈ മഹത്വം പ്രാപിക്കാനാ നമ്മളെ വിളിച്ച്. എൻ്റെ പ്രിയ മക്കളെ, നിങ്ങൾ ദൈവത്തോട് ഒന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ അപ്പ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു തരണമേ. എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു തരണമേ. ഒന്ന് പ്രാർത്ഥിക്കുവോ? എങ്കിലും ഇതിയുടെ അകത്ത് കയറും. എന്തിനാ നമ്മളെ വിളിച്ചേക്കണേ? ഒന്നുകൂടി വായിച്ച സിസ്റ്ററെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. കണ്ടോ? യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ അത്രേ സുവിശേഷ ഘോഷണത്താൽ നമ്മളെ ഓരോരുത്തരെയും രക്ഷയ്ക്ക് വിളിച്ചത്. അതുകൊണ്ട് ഈ ഹോളിൽ ഇരിക്കുന്ന കാഴ്ച പരിധിയിൽ ഇരിക്കുന്ന സാധാ വിശ്വാസികൾ മാത്രമല്ല, എല്ലാ ദൈവദാസന്മാരും ഇത് മനസ്സിലാക്കണം. ഞാൻ എന്തെങ്കിലും സുവിശേഷം അറിയിക്കുമ്പോൾ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ് ഈ ജനത്തിന്. എന്തിനാണ്? ഭൂമിയിലെ ഏതെങ്കിലും ഡിനോമിനേഷനിൽ ചേരാൻ വേണ്ടിയല്ല, പകരം യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഈ ശുശ്രൂഷയിലൂടെ ഈ മക്കളെ വിളിക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. എന്താണ് യേശു ക്രിസ്തുവിന്റെ മഹത്വം? യേശു ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു ഇങ്ങനെയാ പറയുന്നത്, പിതാവേ, ലോക സ്ഥാപനത്തിന് മുമ്പേ അങ്ങ് എനിക്ക് തന്നിരിക്കുന്ന മഹത്വം. യേശു ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ പിതാവ് ക്രിസ്തുവിന് കൊടുത്തതാ. ഹല്ലേലൂയ. നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. സർവപ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ജനിക്കപ്പെട്ട ദൈവത്തിന്റെ പുത്രൻ. ആ പുത്രൻ പറയുക, അങ്ങെനിക്ക് മഹത്വം തന്നെന്ന്. അങ്ങെനിക്ക് മഹത്വം തന്നു. എപ്പോ? ലോകസ്ഥാപനത്തിന് മുമ്പ്. അങ്ങനെക്ക് മഹത്വം തന്നു. അങ്ങനെ രാജാവാക്കി വെച്ചു. അങ്ങനെ ജനിപ്പിച്ചു. അങ്ങനെ രാജാവാക്കി വെച്ചു. നിന്നെയും വിളിക്കുന്നത് ക്രിസ്തുവോട് ചേർന്ന് രാജാക്കന്മാരായി, ദൈവത്തിന്റെ പുത്രന്മാരായി, രാജാക്കന്മാരായി നിന്നെ മഹത്വപ്പെടുത്താനാ. ഹല്ലേലൂയ. വായിച്ച സങ്കീർത്തനം 2:6. സ്വർഗസ്ഥ പിതാവ് പുത്രനെ കുറിച്ച് പറയുന്ന രംഗമാണ്. വായിക്കേ. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. താഴേക്ക്. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പ്രിയപുത്രൻ, ഇന്നു ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇതാ, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് 2000 വർഷം മുമ്പ് ഈ ഭൂമിയിൽ വന്ന് ജനിച്ച യേശുവിനെ കുറിച്ചല്ല ഈ പറയുന്നത്. 2000 വർഷം മുമ്പ് ഇവിടെ കടന്നു വന്ന് ജനിച്ച യേശുവിനെ കുറിച്ചല്ല പറയുന്നത്. പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പ് ദൈവം ജനിപ്പിച്ച തന്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചായി പറയുന്നത്. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പ്, എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ജനിപ്പിച്ച തന്റെ പുത്രനായ ക്രിസ്തുവിനെ കുറിച്ചായി പറയുന്നത്. യേശു എന്ന പേരിൽ ഇവിടെ വന്ന് 2000 വർഷം മുമ്പോൾ, അതും ജഡമായിട്ടാ, മനുഷ്യനായിട്ട്. ഈ ക്രിസ്തു എന്ന് പറയുന്നത് ആത്മലോകത്തെ രാജാവാ. ഹല്ലേലൂയ. ക്രിസ്തു ആത്മലോകത്തെ രാജാവാ. അതുകൊണ്ടാണ്
ക്രിസ്തു ഈ ഭൂമിയിലെ ഒരു ഭരണാധിപനായ റോമ ഗവൺമെന്റിന്റെ ഗവർണറായ പീലാത്തോസിനോട് പറഞ്ഞത്, എന്റെ രാജ്യം ഇവിടെയല്ല, എന്റെ രാജ്യം ആത്മലോകത്താ, ഞാൻ ആത്മലോകത്തിന്റെ രാജാവാ. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. അതിന്റെ 6-ാം വാക്യം പറയാണ്, നിന്നെ സിയോൻ പർവ്വതത്തിൽ രാജാവായി വാഴിച്ചിരിക്കുന്നു. സിയോൻ പർവ്വതത്തിൽ രാജാവായി വാഴിച്ചിരിക്കുകയാണ്. എന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ആ രാജാവിനോട് ചേർന്ന് ദൈവത്തിന്റെ മക്കളായി, ആ രാജാവിനോട് ചേർന്ന് ആ രാജാവിന്റെ കീഴിൽ വാഴുന്നവരായി എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. ഈ വിളി വ്യക്തതയോടെ തിരിച്ചറിയുക. ഇതിനെ ഇഗ്നോർ ചെയ്യരുത്, ഇതിനെ അവഗണിക്കരുത്. ഇത് മനസ്സിലാക്കിയിട്ട് നാം അതിലേക്ക് കടന്നു ചെല്ലണം. ആ ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയാണ്. കൊളോസ്യൻ 1:15 കൊളോസ്യൻ 1:15 ഈ ജനനത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു ആരാന്നറിയാമോ? ദൈവത്തിന്റെ സർവ സൃഷ്ടികൾക്ക് മുമ്പ് ഉള്ള ആദ്യജാതന, ആദ്യമായി ജനിച്ചവന്. സഭകളിൽ വായിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ വചനം. ഹല്ലേലൂയ. സർവ സൃഷ്ടികൾക്ക് മുമ്പ് ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ ആദ്യജാതൻ. ഹല്ലേലൂയ. സർവ സൃഷ്ടികൾക്ക് മുമ്പ്. ഹല്ലേലൂയ. വായിച്ച കൊളോസ്യർ 1:15. ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. അപ്പോ സർവ സൃഷ്ടികളും ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യമായി ജനിച്ചവനാണ് ആര്? ക്രിസ്തു. മനസ്സിലാവുന്നുണ്ടോ? 2000 വർഷം മുമ്പ് ജനിച്ച ജനനമല്ല, അത് യേശു മനുഷ്യനായി ജഡം ധരിച്ചു വരുന്നതാണ്. എന്തെങ്കിലും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം ആദ്യമായി ചെയ്ത പദ്ധതി എന്ന് പറയുന്നത് തൻ്റെ മകനെ ജനിപ്പിക്കുകയായിരുന്നു. ഇതാണ് നമ്മൾ സങ്കീർത്തനം 2:7 കണ്ടത്. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. തുടർന്നാണ് ഈ പുത്രൻ മുഖാന്തരം, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പുത്രന്റെ മാനേജ്മെന്റിൽ സകല സൃഷ്ടികളെയും ഉരുവാക്കിയത്. അന്ന് ഒരേ ഒരു പുത്രനേ ഉള്ളൂ, ഏകജാതൻ. എന്നാൽ ആ ഏകജാതനിലൂടെ ജനിക്കപ്പെട്ട അനേകം മക്കളായി നമ്മളെ വിളിക്കുക. ആ ഏകജാതനായ ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി ഞാനും നിങ്ങളും മാറണം. ആ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി ഞാനും നിങ്ങളും മാറണം. ഇത് അത്യുന്നതനായ ദൈവത്തിന്റെ ആഗ്രഹമാണ്. നാം ദൈവത്തിന്റെ കുടുംബമായി മാറണം. ഇതാണ് ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശം. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്, ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത്, ഗ്രഹിച്ചാൽ തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. ഇതിന്റെ ഒക്കെ കാര്യം വേറെ ഒന്നുമല്ല, ഇത് ഏറ്റവും അധികം എതിർക്കപ്പെടുകയാണ്. എവിടെ നിന്നൊക്കെ? പിശാചിന്റെ ഭാഗത്ത് നിന്ന് എതിർക്കപ്പെടുന്നു, പിശാചിന്റെ മക്കളുടെ ഭാഗത്ത് നിന്ന് എതിർക്കപ്പെടുന്നു, തെറ്റിദ്ധരിക്കപ്പെട്ട സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് എതിർക്കപ്പെടുന്നു, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എതിർക്കപ്പെടുന്നു. എല്ലായിടത്തുനിന്നും ഇതിന് എതിർപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, എന്നാൽ ബലാത്കാരികൾ ഇത് ബലാത്കാരേണ സ്വന്തമാക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, സാധാ കാഷ്വൽ ആയിട്ട് നിങ്ങൾ ഇരുന്നാൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റില്ല. ബലാത്കാരികൾ മാത്രമേ ഇത് സ്വന്തമാക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഹ്യൂമൻ ടെമ്പിൾ, ഈ ഹ്യൂമൻ ഉടുപ്പ്, ഈ മണ്ണുകൊണ്ടുള്ള ഉടുപ്പൊക്കെ ഇവിടെ നിന്ന് അഴിഞ്ഞു പോകും. ഇതൊരു ടെസ്റ്റ് മാത്രമാണ്, നമുക്കുള്ള ഒരു പരീക്ഷ മാത്രമാണ്. ഈ ഉടുപ്പ് ഇപ്പൊ തീരും. ഇതല്ല നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. ഇതാണ് നമ്മൾ, ഇതല്ലേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതൊരു വീടാണ്, ചലിക്കുന്ന വീട് മാത്രമുള്ള ശരീരം, ഒരു മിഷൻ മാത്രമാണിത്. ഒരു മിഷൻ എങ്ങനെ സൂക്ഷിക്കുന്നു അതേപോലെ വേണം നാം ഇതിനെ സൂക്ഷിക്കാൻ. ഇതിനെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. ഹല്ലേലൂയ. ഒന്ന് ദൈവസ്ഥ എഴുന്നേറ്റേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. ഒരു മൂടൽ ഇങ്ങനെ വന്ന് കിടക്കുക, എല്ലാത്തിൻ്റെ ഉള്ളിൽ ഒരു മൂടൽ. ഈ പറയണതൊന്നുമില്ല, ഈ കുടം കമത്തി വെള്ളം ഒഴിക്കണത് പോലെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. കാരണം അകത്തേക്കൊന്നും കയറണില്ല, ഒരു മൂടൽ ഇങ്ങനെ കിടക്കുക. അതായത് തണുപ്പുള്ള രാത്രി,
ബ്ലാങ്കറ്റ് പുറച്ച് കിടക്കുന്നു, ഒരു തണുപ്പും ഫീൽ ചെയ്യുന്നില്ല. ഇതേപോലെ ഒരു ബ്ലാങ്കറ്റ്, ചിന്താമണ്ഡലത്തിന്റെ മുകളിൽ ഒരു ബ്ലാങ്കറ്റ് വന്നിങ്ങനെ വീണ് കിടക്കുക. പുറത്തിവിടെ എന്തൊക്കെ പറയണം അതൊന്നും എനിക്ക് ഫീല് ചെയ്യുന്നില്ല. ആ ഒരു രീതിയിൽ ഒന്ന് കണ്ണിലടച്ചേ എല്ലാവരും ഒന്ന് ദിവസം നിന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു തരണമേ. അങ്ങ് എന്നോട് പറയുന്ന ഈ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വീഴാൻ എൻ്റെ ഹൃദയത്തെ ഒന്ന് തുറന്നു തരണമേ. ഞാൻ കേട്ടു അപ്പാ, ഇത് ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശമാണെന്ന് ഞാൻ കേട്ടു. അത് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എതിർക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. പിശാച് എതിർക്കുന്നു എന്ന് മനസ്സിലാക്കി. അപ്പാ എന്നെ ഒന്ന് സഹായിക്കണം, ഇതിൻ്റെ ഉള്ളിൽ വീഴുവാൻ എന്നെ ഒന്ന് സഹായിക്കണം. സ്വർഗസ്ഥ പിതാവേ, പ്രാർത്ഥിക്കുന്ന മക്കൾക്കായി സ്തോത്രയും കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ അങ്ങ് തുറന്നു കൊടുത്ത് ഈ വചനം അപ്പാ ഇപ്പോഴും എപ്പോഴും ഇത് കേൾക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ ഇത് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഫലമായി തീരാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വം ഞങ്ങൾ അംഗീകരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ചോ? നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? തീർച്ചയായും കേൾക്കും. നിങ്ങൾ ആത്മാർത്ഥതയോടെയാണ് പ്രാർത്ഥിക്കുന്നത്, തീർച്ചയായും കേൾക്കും. ശ്രദ്ധയോടെ ഇരുന്നു. ലോർഡ് ഐ ലവ് യു. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരൻ, ഇതാണ് ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശം. നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. എതിർക്കപ്പെടുന്നത് കൊണ്ട് നമ്മളൊന്ന് കേൾക്കാൻ ബുദ്ധിമുട്ട്. ഇനി ഏതെങ്കിലും വിധത്തിൽ കേൾക്കാൻ എത്തിയാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, കേൾക്കാൻ ബുദ്ധിമുട്ടാ. ഇതാ എത്ര പേരാ ധ്യാനത്തിന് വരുന്നെന്ന് പറഞ്ഞെന്നറിയാമോ? വേറെ ഈ പ്രാവശ്യം ഞങ്ങൾ വന്നിരിക്കും. ആളെ കാണണം, വിളിച്ചു ചോദിക്കുമ്പോൾ പറയാ, അതെ എല്ലാം ഒരുക്കിയതാ ബ്രദറെ, അപ്പോഴാണ് ഇന്ന തടസ്സം വന്നത്. ഞാൻ അടുത്ത പ്രാവശ്യം വരും കേട്ടോ, അടുത്ത പ്രാവശ്യം വരും. അതെ എല്ലാം ഒരുക്കി റെഡിയായിരുന്നു, അപ്പോഴാണ് ഇതാ മോൻ വരുന്നു എന്ന് പറഞ്ഞ്. ഇനി അവൻ വരുമ്പോ ഇവിടെ വീട്ടിൽ ആരെങ്കിലും കാണണ്ടേ ബ്രദറെ? എല്ലാം ശരിയാക്കിയത് അപ്പോഴാണ് ദൈവാനുഗ്രഹത്താൽ മോനൊരു ജോലി കിട്ടിയത്. ഇനിയിപ്പോ മോന് രാവിലെ ചോറുണ്ടാക്കി കെട്ടിക്കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞങ്ങള് ഒന്നില്ലെങ്കിൽ തേജസ് കുറയ്ക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ നരകത്തിൽ പോകാൻ തീരുമാനിച്ചു. മോന് ചോറ് കെട്ടിക്കൊടുക്കാൻ ഞങ്ങൾ നരകത്തിൽ പോകാൻ തീരുമാനിച്ചു, തേജസ് കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഓരോരോ തടസ്സങ്ങൾ. ഹല്ലേലൂയ. എന്താ ഈ തടസ്സം? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയാ, 4 പേര് വരായിരുന്നാ, പക്ഷെ അവര് 2 ദിവസം വിളിച്ചിട്ട് പറഞ്ഞു മഴയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തടയുക, റെസിസ്റ്റ് ചെയ്യുക. നമുക്കങ്ങനെ ചെല്ലാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല, എത്താൻ പറ്റുന്നില്ല. പുറമേ തടയുന്നു, നമ്മുടെ ഉള്ളിൽ നിന്ന് തടയുന്നു, സഭയിൽ നിന്ന് തടയുന്നു, ചുറ്റുമുള്ള എല്ലായിടത്തും തടസ്സമാണ്, കയറാൻ പറ്റണില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ വഴി കണ്ടെത്തുന്നവർ ചുരുക്കം, കടക്കണമെങ്കിൽ പോരാടണം. നമ്മളോട് തന്നെ നമ്മളെ എതിർത്ത് തോൽപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ ഇരുന്നാൽ നിനക്ക് ഈ നിധിയും കൊണ്ടുപോകാം, നിധിയിൽ പ്രവേശിക്കാം. ഹല്ലേലൂയ. വയലിൽ ഒളിച്ചു കിടക്കുന്ന നിധി. ഇന്നലെ നമ്മൾ സ്ക്രീനിൽ കണ്ടു. വയല് ലോകത്തിൽ ഒളിഞ്ഞു കിടക്കുക. ലോകം നേടാനുള്ള ചിന്തയിൽ ഈ ചിന്ത നമുക്ക് ഒളിഞ്ഞു പോവുക. ഇനി എത്ര ലോകം നേടിയാലും നമുക്ക് മതി വരികയും ഇല്ല. ഇനി മതി വരാതെ ലോകം നേടി ഒരു നിമിഷം നമ്മുടെ ശ്വാസം തീരും. അതോടുകൂടി ലോകം മുഴുവൻ നമുക്ക് വട്ടപൂജ്യമാവുകയും ചെയ്യും. നമ്മൾ വെറും പൊട്ടന്മാരെ പോലെ ആകും. പിശാചിന്റെ ഒരു വമ്പ ചിരി കേൾക്കാം. ഈ ജോക്ക് ഫിലിമൊക്കെ കാണത്തില്ല, ചാർലി ചാപ്ലിന്റെ ഒക്കെ സിനിമയൊക്കെ കാണുമ്പോ ആളുകള് ചിരിയല്ലേ. അന്ന് നമ്മുടെ മരണ ദിവസം പിശാചിൻ്റെതായ ആ ഗ്യാങ്ങിൽ ഭയങ്കര ചിരിയ.
മേരിക്കുട്ടിയെയും ഞാൻ പറ്റിച്ചു, തൊമ്മൻ പാസ്റ്ററെയും പറ്റിച്ചു, ജോസഫ് അച്ഛനെയും ഞാൻ പറ്റിച്ചു, നിന്നെയും ഞാൻ പറ്റിച്ചു. ആരെ പറ്റിക്കാൻ ശ്രമിച്ചതുപോലെ? യേശുവെ പറ്റിക്കാൻ ശ്രമിച്ചതുപോലെ. യേശുവിന്റെ മുമ്പിൽ ലോകവും ലോകത്തിലെ സകല മഹത്വവും കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ ആരാധിച്ചാൽ ഞാനത് തരാം. ആരാധിച്ചാൽ കിട്ടും, തരാം. ഇതുങ്ങള് അതിൽ വീണു, യേശു അതിൽ വീണില്ല. ഹല്ലേലൂയ. യേശു അതിൽ വീണില്ല. മനസ്സിലായോ? ഈ ലോകത്തിലെ നന്മകൾ കിട്ടാൻ പിശാചിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ സിസ്റ്റം അങ്ങനെയല്ല, ആരാധിച്ചല്ല നമ്മൾ നേടുന്നത്. ദൈവവചനത്തിന്റെ സിസ്റ്റം യേശുക്രിസ്തു പറയാം, ഇവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവിന് അറിയാം. മുമ്പേ എന്ത് ചെയ്യണം? നീ ദൈവത്തെ ആരാധിച്ചു മേടിക്കാനല്ല പറഞ്ഞേ, മുമ്പേ ദൈവത്തിന്റെ രാജ്യത്വവും നീതിയും നീ അന്വേഷിക്കുക, അതോടുകൂടെ ഇതും ചേർത്ത് നൽകപ്പെടും. പിശാചിന്റെ സിസ്റ്റമാണ് ഇതാ. പിശാച് പറയുന്നത്, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതൊക്കെ തരാം. അപ്പൊ പിശാചും കൊടുക്കുവോ? തീർച്ചയായും. പിശാച് പറയാണ്, ഇതൊക്കെ എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ സർവ്വലോകവും പിശാചിന്റെ കീഴിൽ കിടക്കുന്നു. ഹല്ലേലൂയ. ആരാധിച്ചാൽ കിട്ടുന്നു, ആരാധിച്ചാൽ കിട്ടുന്നു. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അതിനുശേഷം നരകത്തിലേക്ക് നമ്മൾ യാത്രയാണ്. എന്നാൽ യേശുക്രിസ്തു പറയുന്നു, മുമ്പേ ദൈവത്തിന്റെ രാജ്യത്വം നീതി അന്വേഷിക്കുക, അതോടുകൂടി ഈ ലോകത്ത് നിനക്ക് എന്താണോ വേണ്ടത് അത് നിനക്ക് ചേർത്ത് നൽകപ്പെടും. കാരണം ഈ ശരീരത്തിന്റെ ഉടമസ്ഥനാരാ? ഈ ശരീരത്തിന്റെ ഉടമസ്ഥനാരാ? നമ്മളാണോ ദൈവമാണോ? നമ്മളാണോ ഉണ്ടാക്കിയത്? ദൈവമാണോ ഉണ്ടാക്കിയത്? ദൈവമാണ് ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഈ ശരീരം ഉണ്ടാക്കിയ ദൈവത്തിന് അറിഞ്ഞുകൂടെ ഈ ശരീരം എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന്? ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാ? ദൈവത്തിന്. ഞാൻ ചോദിച്ചു നോക്കിയട്ടെ, നിങ്ങൾ ഈ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചു, കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണമെന്നുള്ളത് കോഴിക്കുഞ്ഞുങ്ങളാണോ നിങ്ങൾക്കാണോ ഉത്തരവാദിത്വം? നിങ്ങൾക്കല്ലേ ഉത്തരവാദിത്വം, അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളെ ഉണ്ടാക്കിയ ദൈവത്തിനല്ലേ ഉത്തരവാദിത്വം നമുക്ക് തീറ്റ തരണമെന്നുള്ളേ, അല്ലേ? പക്ഷെ നമ്മളിവിടെ കിടന്ന് വാരപ്പെടുക. ഇത് കണ്ടിട്ടാണ് യേശുക്രിസ്തു പറഞ്ഞേ, ഇത് നോക്കിയേ, ആ വയലിലെ പൂവിനെ നോക്ക്, ആ പക്ഷിയെ നോക്ക്. അവര് വിതയ്ക്കുന്നുണ്ട് ഈ പക്ഷികള്, ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളുടെ അപ്പൻ അവരെ പോറ്റുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, യേശുക്രിസ്തു പറയാണ്, ആരുടെ അപ്പനാണ്? നിങ്ങളുടെ അപ്പൻ. അപ്പൊ നിങ്ങളും അപ്പനുമായിട്ടാ ബന്ധം. അവയെ പോറ്റുന്നു. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ അപ്പന് അവയെ പോറ്റാൻ തോന്നുന്നെങ്കിൽ എത്ര അധികമായി നിങ്ങളെ പോറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരമ്മ ഒരു വീട്ടിലെ കൊച്ചു കരയണു. അമ്മ വളർത്തുന്ന ഒരു പൂച്ചയുണ്ടോ അവിടെ? പൂച്ച അപ്പുറത്ത് മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞ് കരയുന്നു. ഈ അമ്മ ആദ്യം ആർക്ക് തീറ്റ കൊടുക്കും? കൊച്ചിന് കൊടുക്കുവോ പൂച്ചയ്ക്ക് കൊടുക്കുവോ? എന്താണ്? കൊച്ചിന് കൊടുക്കും, അല്ലേ? ഈ ഒരു ബോധമെങ്കിലും നമുക്ക് വേണ്ടേ? ദൈവം ആദ്യം നമുക്ക് നൽകും. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞ, നിങ്ങളുടെ പിതാവ് അവയെ പോറ്റുന്നു. അങ്ങനെയെങ്കിൽ എത്രയധികം നിങ്ങളെ കരുതുമെന്നായി പറയണേ. അതുകൊണ്ട് ഇതിനെ ഓർത്ത് വ്യാകുലപ്പെടാതെ യേശു ക്രിസ്തു എന്തു പറഞ്ഞോ അതിലേക്ക് ഫോക്കസ് ചെയ്യേ. ഇത് ഇവിടെ തീരും. നിങ്ങൾ കഴിച്ചാലും ശരി കഴിച്ചില്ലേലും ശരി, ഇവിടെ കൊണ്ട് തീരും ഈ ലൈഫ്. ഇത് നിർത്താൻ പറ്റത്തില്ല, ഇത് പോവുക. കാരണം ഇത് നമുക്ക് ടെസ്റ്റിന് വേണ്ടി തന്ന ഒരു ഉടുപ്പാ. ഇത് കഴിഞ്ഞാൽ ഈ ഉടുപ്പിന് വേണ്ട, ഇനി ഈ ഉടുപ്പിലേക്ക് നമ്മൾ ഒരിക്കലും മടങ്ങി വരത്തില്ല. ഇനി നമുക്ക് കിട്ടാൻ പോണത് തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. സ്പിരിറ്റ് കൺട്രോൾഡ് ഫിസിക്കൽ ബോഡിയാ. തേജസ്കരിക്കപ്പെട്ട ശരീരം. അത് പ്രത്യക്ഷമാകണമെങ്കിൽ പ്രത്യക്ഷമാകാം, അപ്രത്യക്ഷമാകണമെങ്കിൽ അപ്രത്യക്ഷമാകാം. കാരണം നമ്മൾ ജീവിക്കുന്നത് ആത്മലോകത്താണ്. ദൃശ്യലോകത്തേക്ക് വരുമ്പോൾ ശരീരം എടുക്കാം, ഇന്ന് ദൂതന്മാർ ചെയ്യുന്നത് പോലെ. അവർക്ക് ഭൗതിക ശരീരമില്ല. എന്നാൽ ദൃശ്യ ശരീരത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പെർമിഷനോടുകൂടെ അവർക്ക് ദൃശ്യ ശരീരം എടുക്കാം. തിരിച്ചു പോകുമ്പോൾ അവർക്ക് മാറ്റപ്പെടും. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ഉയർത്തെഴുന്നതിന്റെ ശേഷം ഇതേപോലെയാ. ആത്മലോകത്ത് താൻ ജീവിക്കണം, താൻ ആത്മാവാ.
പക്ഷെ ദൃശ്യലോകത്തേക്ക് വരുമ്പോൾ തനിക്ക് വേണമെങ്കിൽ ശരീരം എടുക്കാം, മറ്റുള്ളവരെ കാണിക്കാനായിട്ട്, അവരോട് ഇടപെടാൻ വേണ്ടി. ഇതുകൊണ്ടാണ് താൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് ഒരു മാളിക മുറിയിൽ പ്രാർത്ഥിച്ചും പേടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതാ ഒരു മാളിക മുറിയിൽ അടച്ചിട്ടിരിക്കുന്ന റൂമിലേക്ക് യേശു ക്രിസ്തു വന്നങ്ങ് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. ഡോർ എന്നൊരു വിഷയമല്ല, കാരണം ആത്മശരീരമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. നമ്മുടെ ഭാവിയിലേക്ക് നോക്കുക. ഇനിയും കഴിഞ്ഞ കാലത്തിലേക്കല്ല നോക്കേണ്ടത്, ഭാവിയിലേക്ക് നോക്കുക. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ വിത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ മരം എന്നതുപോലെ, ജാതി മരം എന്നതുപോലെ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവാണ് നമ്മളുടെ ഭാവി, നമ്മുടെ പ്രത്യാശ. മറ്റൊരു രീതി പറഞ്ഞാൽ ആ ക്രിസ്തുവിലാണ് നമ്മൾ ഇനി വളരേണ്ടത്. ദൈവപുത്രന്മാരായി നാം വളരണം. ആ ക്രിസ്തുവോട് ചേർന്ന് ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ കൂട്ടവകാശികളുമായി സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഈ ഒരു ബോധം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ പാടാന്നേ. ഇത് കുറച്ച് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഈ സംഭവം നിങ്ങൾ മറന്നുപോകും. മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. ഇത് മനസ്സിലാക്കി നിങ്ങൾ രോഗത്തിലേക്ക് ഇറങ്ങാമോ? വീണ്ടും ലോകത്തിലെ ചിന്തകൾ വന്ന് ആ പൊടി കാറ്റടിച്ച് ആ നിധി മൂടിപ്പോകുന്നത് പോലെ, പൊടി വന്ന് മൂടിപ്പോകുന്ന പോലെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മറ്റുള്ള ചിന്തകൾ, ലോക ചിന്തകൾ വന്ന് നിങ്ങളുടെ ഹൃദയത്തെ മൂടും. നിൽക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളൊരു ബലാത്കാരിയാകണം. അപ്പൊ ഞാൻ ഇവിടെ നിങ്ങളൊക്കെ ബലാത്കാരികളാകാൻ നിങ്ങളുടെ ഉള്ളിൽ ഇത് എങ്ങനെയെങ്കിലും ഫീഡ് ചെയ്യാനാണ് സ്വർഗത്തിലെ ദൈവം ഇത് ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം ചിത്രങ്ങളിലൂടെ കാണുമ്പോൾ കുറേയും കൂടി മനുഷ്യ ഹൃദയത്തിന് ദൃഢതയുണ്ട്. അപ്പൊ നമ്മൾ ഇനി വീണ്ടും ആ സന്ദേശം ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ പോവുക. എല്ലാം എതിർക്കുന്നത് ഈ സന്ദേശത്തെയാണ്. ഇത് പല സുവിശേഷ പ്രസംഗങ്ങളും എതിർക്കുന്നത് ഈ സന്ദേശത്തെയാണ്. സുവിശേഷം ഒന്ന് പേരേ ഉള്ളൂ, ബൈബിളിലെ ചില വാക്യങ്ങളും ചില കാര്യങ്ങളും കൊണ്ടുവന്ന് ഈ സന്ദേശത്തെ എതിർത്ത് കളയും. ഈ സന്ദേശം മനസ്സിലാക്കിയിട്ട് ബൈബിൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഈ സന്ദേശം എന്തെന്ന് മനസ്സിലാക്കുക, ലക്ഷ്യം എന്തെന്ന് മനസ്സിലാക്കുക, ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക, ഈ നിധി എന്തെന്ന് മനസ്സിലാക്കുക. ആദ്യം ഫാദർ Lord, I love you. Lord, I love you. Hallelujah. പ്രിയ സഹോദരങ്ങളെ, നീ നിന്റെ ഭാവിയെ കാണുക. മകളെ നീ നിന്റെ ഭാവിയെ കാണുക, തിരിച്ചറിയുക. ഈ ചിത്രം കണ്ടോ നിങ്ങൾ സ്ക്രീനിൽ? ഇതിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ കുടുംബം എന്നാണ്. ഗോഡ്സ് ഫാമിലി. ദൈവത്തിന്റെ കുടുംബം, ഗോഡ്സ് ഫാമിലി. പറഞ്ഞേ, ദൈവത്തിന്റെ കുടുംബം. ദൈവത്തിന്റെ കുടുംബം. എന്നെ മനുഷ്യ കുടുംബത്തിൽ ജനിച്ച എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ കുടുംബമാകാൻ വിളിച്ചിരിക്കുക. ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാണെന്ന് ഒരു അല്പം മുമ്പ് നിങ്ങൾ വചനത്തിലൂടെ കേട്ടു. ഓർക്കുന്നുണ്ടോ? ദൈവത്തിന്റെ കുടുംബമാകാൻ വിളിക്കപ്പെട്ട നിങ്ങൾ കേട്ടില്ല. നമുക്ക് അതുകൂടി ഒന്ന് വായിച്ചാലോ? വായിച്ച് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം വായിച്ച്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. കേട്ടോ? ദൈവത്തിന്റെ കുടുംബക്കാരാ നിങ്ങൾ. എവിടെ? ഈ വിത്തിന്റെ ഉള്ളിലൊരു മരം ഇരിക്കുന്നത് പോലെ. പുറമേ അല്ല, പുറമേ ഉണങ്ങി പോവും. ഈ കാണുന്ന മൊത്തം ഉണങ്ങി പോവും. ശരിയല്ലേ? എല്ലാം ഉണങ്ങി പോവും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതേപോലെ
പുറമേ നിങ്ങൾ മനുഷ്യ കുടുംബക്കാരാണ്. നമ്മൾ ചാക്കോച്ചൻ്റെ മോളും തൊമ്മിക്കുട്ടൻ്റെ മോനും ഒക്കെയാ. പക്ഷെ അകമേ നാം ദൈവത്തിൻ്റെ മക്കളാ. ഉള്ളില് ഇതാണ് നാം കേട്ടത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. ഇതൊരു മർമ്മമാണ്. ക്രിസ്തു ഒരു മർമ്മമാണ്. ക്രിസ്തുവിലൊരു വംശമാണ് ഇറങ്ങുന്നത്. ആദത്തിൽ ഒരു വംശം ഇറങ്ങിയതുപോലെ, ആദത്തിലെ വംശമാണ് ഈ കാണുന്നതൊക്കെ, വീണുപോയ മനുഷ്യർ. ക്രിസ്തുവിൽ ഇറങ്ങുന്ന വംശമാണ് ദൈവത്തിന്റെ പുത്രന്മാർ. രണ്ട് വംശങ്ങളാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ പുറത്തുള്ള വംശം, ആദത്തിന്റെ വംശം, ഇവിടം കൊണ്ട് ഈ ശരീരം തീരും, സോള് തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടും. എന്നാൽ അങ്ങനെയുള്ളവർ ക്രിസ്തുവിന്റെ വംശത്തിലേക്ക് ചേരുവാൻ, ദൈവവംശത്തിലേക്ക് ചേരുവാൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നുവെങ്കിൽ നീ ദൈവത്തിന്റെ മകനാണ്. നീ ഒരു കാലത്തും മരിക്കാത്ത ദൈവത്തിന്റെ വംശമായി, ദൈവത്തിന്റെ അവകാശിയായി, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയായി നീ മാറ്റപ്പെടുവാനായിട്ട് ഇടയാകും. നീ ദൈവത്തിന്റെ കുടുംബം. അതിന് വീണ്ടും ഒരു വചനം വായിക്കുക, എബ്രായ ലേഖനം 3:6. അവിടെ പറയാണ്, ആ ദൈവ കുടുംബമായി നീ തീരണമെങ്കിൽ നീ വിശ്വസിച്ച ആദ്യ വിശ്വാസം അത് തകർത്ത് കളയുവാൻ പിശാച് ശ്രമിക്കും. പക്ഷേ ഈ ആദ്യ വിശ്വാസം നീ അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ, കാരണം ഇതാണ് മോസ്റ്റ് റെസിസ്റ്റിംഗ്, ഏറ്റവും കൂടുതൽ എതിർപ്പിൽ ഉണ്ടാകുന്ന ഒരു സന്ദേശമാണ്, ഒരു വിശ്വാസമാണിത്. നിനക്കത് ആദ്യ വിശ്വാസം അവസാനം വരെ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. പക്ഷെ നീ പേടിച്ചു നിന്നാൽ നീ ദൈവത്തിന്റെ ഭവനമായി മാറും. മനുഷ്യന്റെ ഭവനമായ നീ ദൈവത്തിന്റെ ഭവനമായി മാറും. വായിച്ചേ, എബ്രായ ലേഖനം 3:6. ക്രിസ്തുവോ ദൈവത്തിന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ടു തന്നെ പ്രത്യാശയുടെ ധൈര്യവും. ഏതാണ് നമ്മുടെ പ്രത്യാശ? മഹത്വത്തിന്റെ പ്രത്യാശ. ക്രിസ്തു നിങ്ങൾ ഇറക്കുന്നു. നീ ദൈവത്തിന്റെ ഭവനമാകാൻ പോകുന്നു, ദൈവത്തിന്റെ അവകാശിയാകാൻ പോകുന്നു, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാകാൻ പോകുന്നു. ക്രിസ്തു ഇരിക്കുന്നിടത്ത് നീ ഇരിക്കാൻ പോകുന്നു, നീ രാജാവാകാൻ പോകുന്നു. ഇതാണ് പ്രത്യാശ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ഭവനമാകാൻ പോകുന്നു. ഈ ധൈര്യം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ ആദ്യം മുതൽ വായിച്ചോ, അപ്പൊ പിന്നെ വിട്ടുപോകില്ല, കുഴപ്പമില്ല. 3:6 വായിക്കേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ടു തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടെന്നാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. മനസ്സിലായോ? നാം തന്നെ അവന്റെ ഭവനമായി മാറുന്നു. നാം ദൈവത്തിന്റെ കുടുംബമായി തീർന്നു. ദൈവം നമ്മോടുകൂടെ വസിക്കുന്നു, ദൈവം നമ്മിൽ വസിക്കുന്നു, ദൈവം നമ്മിലൂടെ വെളിപ്പെടുന്നു. താൻ ദൈവത്തിന്റെ കുടുംബമായി, ഭവനമായി മാറുന്നു. അവസാനത്തോളം പിടിച്ചു നിൽക്കണം. ഈ ലോകം അതിനെ എതിർക്കും. ഈ താൽക്കാലിക ലോകം അതിനെ എതിർക്കും. ചുറ്റുമുള്ളവർ എതിർക്കും, കുടുംബത്തിലുള്ളവർ എതിർക്കും, സഭയിലുള്ളവർ എതിർക്കും, സ്വയം നമ്മൾ തന്നെ നമ്മളെ എതിർക്കും. ഇവയെല്ലാം ജയിച്ച് അവസാനത്തോളം ഈ പ്രത്യാശ പിടിച്ചുകൊണ്ടാൽ നീ ദൈവത്തിന്റെ ഭവനമായി മാറും. പ്രിയമോനെയും പ്രിയമോളെ, ഇതാണ് നിന്റെ ഇൻവിറ്റേഷൻ. ഇതാണ് നിന്റെ ഇൻവിറ്റേഷൻ. ഹല്ലേലൂയ. എല്ലാ ഭാഗത്തും എതിർപ്പ് വരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശം, ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശം, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം, മറഞ്ഞിരിക്കുന്ന സന്ദേശം. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണം, ഇത് മനസ്സിലാക്കണം. എന്താണ്? നീ ദൈവത്തിന്റെ കുടുംബമായി തീരാൻ പോകുന്നു, ദൈവത്തിന്റെ മകനായി തീരാൻ പോകുന്നു, ദൈവത്തിന്റെ കുടുംബമായി തീരാൻ പോകുന്നു. നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടോ? സിംഹാസനത്തിൽ ഇരിക്കുന്ന സ്വർഗസ്ഥ പിതാവ്, തന്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, മുമ്പിൽ നിൽക്കുന്നത് അനേക ദൈവപുത്രന്മാർ. ഹലോ, മനസ്സിലാവുന്നോ? ഉറക്കം ഇങ്ങനെ മൂടുകയാണോ? അതിനെയൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ജയം പ്രാപിക്കുക. കാരണം ഇത് നിങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മളിങ്ങനെ ഉറക്കം വരുമ്പോൾ നമ്മുടെ മനസ്സിന്റെ കണ്ണുണ്ട്, അടഞ്ഞു പോവും. അപ്പൊ കണ്ണടപ്പിച്ച് കളയാം, മനസ്സിന്റെ കണ്ണടയും. ഹല്ലേലൂയ. ശരീരത്തിന്റെ കണ്ണ് അടയും തുടർന്ന്.
അപ്പോ നമ്മൾ അത് മനസ്സിലാക്കാതിരിക്കാനാ ഈ ദൈവത്തിന്റെ കുടുംബത്തിൽ ഈ നിൽക്കുന്ന ദൈവപുത്രന്മാരിൽ ഒരാളായി ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഈ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുക. ഈ ദൈവത്തിന്റെ കുടുംബത്തിൽ ദൈവത്തോടുകൂടെ വസിക്കുന്നതാണ് നിധി. ഇത് തിരിച്ചറിയണം. ഇന്ന് നാം മനുഷ്യന്റെ കുടുംബത്തിൽ മനുഷ്യരോടുകൂടെ വസിക്കുകയാണ്. എല്ലാവരും മരിച്ചു പോകും. എല്ലാ മനുഷ്യന്റെ കാറ്റഗറിയിലുള്ളവരാണ്. എല്ലാം ഇവിടെ കൊണ്ട് തീരും. എന്നാൽ അവരെ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ കാറ്റഗറിയായ ദൈവത്തിന്റെ മക്കളായി വിളിച്ചിരിക്കുന്ന ഇൻവിറ്റേഷനാണ് സുവിശേഷ ഇൻവിറ്റേഷൻ. ആ ദൈവത്തോടുകൂടെ ജീവിക്കുന്നതാണ് സുവിശേഷം. ഈ ഒരു തിരിച്ചറിവുണ്ടാകണം. ഒന്നുകൂടി എഴുന്നേറ്റ് നിന്നേ. എങ്ങനെയെങ്കിലും ഇതൊന്ന് അകത്തൊന്ന് കയറ്റാനായിട്ടാണ് ദൈവം ഇവിടെ ശ്രമിക്കുന്നത്. കാരണം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരുന്നു, ചിന്തകൾ മാറിപ്പോകുന്നു, ബ്ലാങ്കറ്റ് പറിച്ചതുപോലെ പറയണമെന്നും മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കി, ഇതാണ് ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശം. ഇത് മനസ്സിലാക്കണം. നിന്നെ വിളിച്ചത് ദൈവത്തിന്റെ കുടുംബമായി തീരാനാണ്. ഇതാണ് പറയുന്നത്, നാം ഇനി അന്യരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. പറഞ്ഞ അടുത്ത ക്ഷയിക്കാൻ്റെ അടുത്തിട്ട് പറഞ്ഞ ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാന്ന് പറഞ്ഞേ. തിരിച്ചു പറ, ഞാനും ദൈവത്തിന്റെ ഭവനക്കാരനാന്ന് പറ. നിങ്ങൾ എത്ര പറഞ്ഞാലും കുഴപ്പമുണ്ടാവില്ലെന്നേ. ഒന്നുകൂടി പറഞ്ഞോ, ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാ. ഹല്ലേലൂയ. ഒന്ന് എല്ലാവർക്കും ഒന്ന് അങ്ങോട്ടും കൂടെ നടന്നെന്ന് പറഞ്ഞേ. ക്ഷയിക്കാൻ എടുത്തണമെന്ന് പറ, ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാ. ഹല്ലേലൂയ. ഈ പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. ഈ പറയുന്നതിന് നിങ്ങൾ ഓൺലൈനിലായിരിക്കുന്നവരും അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാന്ന് പറ. ദൈവത്തിന്റെ ഭവനക്കാരൻ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനാണ്. ഹല്ലേലൂയ. ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക, ദൈവത്തിന്റെ ഭവനക്കാരനാണ് ഞാൻ. ഹല്ലേലൂയ. അതായത് ഈ വിത്ത് പറയാണ്, എൻ്റെ ഉള്ളിൽ ഒരു മരം ഒളിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഇതാ ഒരു ജാതി മരം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ആൾ പറയും, ഒരു ജാതി മരം അല്ല, അനേക ജാതി മരം ഉണ്ട്. മനസ്സിലായോ എന്ന് പറയുന്ന പോലെ എൻ്റെ പ്രിയ മകനെ, പ്രിയ മകളെ, നിന്റെ ഉള്ളിൽ ദൈവപുത്രൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ദൈവപുത്രൻ ദൈവത്തിന്റെ ഭവനക്കാരനാ. അപ്പൊ സുവിശേഷത്തിലൂടെ നമ്മളെ വിളിച്ചത് ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാനാ. ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. പിതാവ് ആ മഹത്വം കൊടുത്തിരിക്കുന്നു. ക്രിസ്തു പിതാവോട് പറയുക, ഞാൻ അങ്ങയുടെ പുത്രനായി ജനിക്കുകയും അങ്ങ് എന്നെ എനിക്ക് തന്ന മഹത്വം, ഞാൻ പ്രപഞ്ചത്തിന്റെ രാജാവായി അങ്ങനെ അഭിഷേകം ചെയ്തു. എപ്പോ? ലോകസ്ഥാപനത്തിന് മുമ്പ്. അങ്ങ് എനിക്ക് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നിരിക്കുന്ന മഹത്വം അത് ഇവരും കാണണം. ആ മഹത്വം ഇവരും പ്രാപിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ അത്രേ സുവിശേഷ ഘോഷണത്താൽ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഹല്ലേലൂയ. എന്താണ് ക്രിസ്തുവിന്റെ മഹത്വം? ക്രിസ്തുവിന്റെ മഹത്വം സർവപ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവെ ആത്മലോകത്തിൽ തന്റെ കുടുംബത്തിൽ ജനിപ്പിച്ചു. തന്റെ പുത്രനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു. തന്റെ പുത്രനിലൂടെ സകലതും ഉണ്ടാക്കി അവനെ സകലത്തിലും അവകാശിയാക്കി വെച്ചു. അവനെ ഇതിന്റെ അധികാരിയാക്കി വെച്ചു. ഇത് മഹത്വമാ. ഹല്ലേലൂയ. ആ മഹത്വത്തിലേക്ക് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. ദൈവ കുടുംബത്തിലേക്ക്, ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി. ഇതൊന്നും സുവിശേഷ വേദികളിൽ കേൾക്കൂല. കാരണം ഇത് എതിർക്കപ്പെടുന്ന സന്ദേശമാണ്. അതുകൊണ്ട് നിങ്ങൾ കേട്ട സുവിശേഷ വേദികളിൽ എവിടെയെങ്കിലും വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ നാം ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി ഭാവിയിൽ തീരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറ. ആ പറഞ്ഞ ദൈവദാസന് ഒരു സല്യൂട്ട് കൊടുക്കാനാ. ആ വ്യക്തിക്ക് നട്ടല്ലുണ്ട് പറയാൻ. യേശുവിനെ നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ഒരു ലജ്ജയില്ല. വിശുദ്ധ പൗലോസിന് ഇത് വെളിപ്പെട്ടു. അതുകൊണ്ട് പൗലോസ് പറയാണ്, സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യം ജനിച്ചവനാകേണ്ടതിന് ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു.
പൗലോസിന് വെളിപ്പെട്ടപ്പോ പൗലോസ് പറയാ, ക്രിസ്തുവിന് അനേക സഹോദരന്മാരുണ്ടാകാൻ പോകുന്നു. ക്രിസ്തു ഒരേ ഒരു അവകാശിയാണ്, അവകാശം പങ്കുവയ്ക്കപ്പെടാൻ പോകുന്നു. നാം ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി തീരാൻ പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല എന്ന് വിശുദ്ധ ബൈബിളിൽ ഹെബ്രായ ലേഖന കർത്താവ് എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇതൊന്നും സുവിശേഷ വേദികളിൽ കേൾക്കുന്നില്ല. കാരണം ഇത് ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശമാണ്. എതിർക്കപ്പെടുന്ന സന്ദേശം. ഇത് നിധിയാണ്, നിധി. നീ ദൈവത്തിന്റെ കുടുംബത്തിലെ ദൈവത്തിന്റെ മകനാകാൻ പോകുന്നു. ഈ പ്രപഞ്ചത്തിന്റെ രാജാവാകാൻ പോകുന്നു. ക്രിസ്തുവോട് ചേർന്ന് ദൈവത്തിന്റെ അവകാശിയാകാൻ പോകുന്നു. ക്രിസ്തുവിന്റെ അല്ല, ദൈവത്തിന്റെ അവകാശി, സ്വർഗസ്ഥ പിതാവിന്റെ അവകാശി, ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശിയുമാകാൻ പോകുന്നു. സഹോദരന്മാർ തമ്മിലാണ് കൂട്ടവകാശം. ഹല്ലേലൂയ. ഈ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം പ്രാപിക്കണം. ഞാൻ ആരാണ്? ഈ ഒരു ബൈബിളിലെ സത്യം, ഒളിഞ്ഞു കിടക്കുന്ന ഈ നിധി നാം പ്രാപിക്കണം. അത് കണ്ടു കഴിയുമ്പോഴാണ് ഒരുവൻ സകലതും വിറ്റത് വാങ്ങുന്നത്. അല്ലാണ്ട് ഇതൊരു ആരാധന യോഗമായി ഒതുക്കരുത്. എല്ലാ മതത്തിനും അവരുടെ ആരാധന യോഗങ്ങളുണ്ട്. അതുപോലെ ഒരു ആരാധന യോഗമായി ഒതുക്കി എന്റെ അന്വസ്ത്രാടി നന്മ കിട്ടും, മകൾ യൂറോപ്പിൽ പോകും, മകൻ ദുബായിക്ക് പോകും, മോളുടെ നല്ല പ്രസവം നടക്കും, ഇതിൽ മാത്രം ഒതുക്കരുത്. ഇത് വേണ്ടെന്നല്ല പറയുന്നത്, ഇതിൽ ഒതുക്കരുത്. ഇത് പിശാചും ചെയ്യുന്നതാ. പിശാചു പറയുകയാണ്, ഈ ലോകത്തിലെ നന്മകൾ നിനക്ക് തരാം, നീ എന്നെ വീണ് വണങ്ങിയാ മതി, ആരാധിച്ചാ മതി. എന്നാൽ ദൈവരാജ്യത്തിന്റെ സിസ്റ്റം അതല്ല. ദൈവരാജ്യത്തിന്റെ സിസ്റ്റം ക്രിസ്തു പറയുന്നു, മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കേ, ഈ ഫാമിലി അന്വേഷിക്കേ, ഇവിടെ ജീവിക്കാൻ നീ അന്വേഷിക്കേ. അതോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, അത് നിനക്ക് ചേർത്ത് നൽകപ്പെടും. പല അവഹേളനങ്ങളുണ്ടാകും, പല വിഷയങ്ങളുണ്ടാകും, പലരും നിന്നെ തള്ളിക്കളയും, ഇതൊക്കെ ഉണ്ടാകും. ഇതെല്ലാം പരീക്ഷയുടെ ഒരു ഭാഗമാണ്. ഇതിൻ്റെയൊക്കെ നടുവിൽ എൻ്റെ പ്രിയ മകനെ, എൻ്റെ പ്രിയ മകളെ, നീ തെളിയിക്കണം, എനിക്ക് വിശ്വാസം, എനിക്ക് വേണ്ടത് എൻ്റെ ദൈവത്തോടു കൂടിയുള്ള വാസമാണ്. പ്രാർത്ഥനയോടുകൂടി ഇരിക്കാൻ. ഹല്ലേലൂയ. കഷായം കുടിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്ന ഒരു കൊച്ചിനെ അമ്മ എങ്ങനെ കഷായം കൊടുക്കുന്നത്? അതേപോലെയാണ് ഇപ്പൊ നിങ്ങളുടെ അകത്തേക്ക് ഈ സംഭവം കയറ്റിത്തരുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തത് വീണാൽ ഇതിന് ഭയങ്കര പവറാ. ഇത് നിങ്ങളുടെ ലോകസ്നേഹത്തെ ഇല്ലാതെയാക്കും. ഇത് നിങ്ങൾക്ക് ലോകത്ത് വേണ്ടതെല്ലാം എത്തിച്ചു തരാൻ തുടങ്ങും. ഇത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ മരണമില്ലാത്തവരാക്കി മാറ്റും, നിങ്ങളെ ദൈവത്തിന്റെ പുത്രന്മാരാക്കി മാറ്റും. അപ്പോ ഈ ഒരു ദർശനത്തിലേക്ക് നമ്മൾ എത്തണം. ഇത് ദൈവ കുടുംബമാ. ഇതിന്റെ ഉള്ളിലുള്ള എല്ലാവരും ദൈവത്തിന്റെ കാറ്റഗറിയാ. സ്വർഗസ്ഥ പിതാവ്, അത്യുന്നതനായ ദൈവം, അതായത് ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവം. ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവം നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടാകത്തില്ല അല്ലെ? ഒരേ ഒരു ദൈവമാണ് ബൈബിളിലുള്ളത്. ഏത് ദൈവം? അത്യുന്നതനായ ദൈവം. ഒരൊറ്റ ആളേ ഉള്ളൂ. പക്ഷെ ദൈവങ്ങൾ എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. ഈ ഒരു തിരിച്ചറിവില്ലായെങ്കിൽ നമ്മൾ പലതിലും തെറ്റിപ്പോകും. പ്രപഞ്ചത്തിലെ ദൈവത്തിന്റെ ഭരണകൂടം തിരിക്കുന്ന പലരും ഉണ്ട്. അവരെയൊക്കെ ദൈവത്തിന്റെ വചനം ദൈവങ്ങളെന്നാണ് വിളിക്കണേ. ദൈവ കുടുംബത്തിലെ എല്ലാ ദൈവ മക്കളെയും ദൈവങ്ങളെന്നാണ് വിളിക്കണേ. പക്ഷെ ഇവരാരും അത്യുന്നതനായ ദൈവമല്ല. അത്യുന്നതനായ ദൈവം ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. സ്കൂളിൽ ധാരാളം ടീച്ചർമാരുണ്ട് അല്ലേ? എന്നാൽ ആ സ്കൂളിൽ ടീച്ചർമാരുടെ മുകളിൽ ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറിന്റെ പേരെന്താ? ഹെഡ് മാസ്റ്റർ. മാസ്റ്ററാ, ഹെഡ്, തലവനായ മാസ്റ്റർ. ഹല്ലേലൂയ. കേരളത്തിൽ ധാരാളം മന്ത്രിമാരുണ്ടല്ലേ? ആ മന്ത്രിമാരുടെ മുകളിൽ ഒരു മന്ത്രിയുണ്ട്. ആരാന്നറിയോ? മുഖ്യമന്ത്രി. ഹല്ലേലൂയ. മന്ത്രിമാരുടെ മുകളിലുള്ള മന്ത്രി.
അങ്ങ് ഡൽഹിയിൽ സെൻട്രൽ ഗവൺമെന്റിൽ ധാരാളം മന്ത്രിമാരുണ്ടല്ലേ. ആ മന്ത്രിമാരുടെ മുകളിൽ ഒരു മന്ത്രിയുണ്ട്. ആരാന്നറിയോ? പ്രധാനമന്ത്രി. ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിയുണ്ടല്ലേ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവങ്ങൾ എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. എല്ലാം ഭരണകർത്താക്കന്മാരാ. ഇവരുടെ എല്ലാം മുകളിലൊരു ദൈവമുണ്ട്. അത്യുന്നതനായ ദൈവം, യേശുക്രിസ്തുവിന്റെ ദൈവമായ, യേശുക്രിസ്തുവിന്റെ പിതാവായ സ്വർഗസ്ഥ പിതാവ്. ഇതൊക്കെ തിരിച്ചറിയണം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും കർത്താദി കർത്താവുമായി വല്ലഭനും ഭയങ്കരനുമായ മഹാദൈവമല്ലോ. മനസ്സിലായോ? നിങ്ങളുടെ ദൈവമായ യഹോവ ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവമാണ്. അതാണ് ദൈവാദി ദൈവം. നിങ്ങളുടെ മുകളിലുള്ള നിങ്ങളുടെ ദൈവം ഉണ്ടല്ലോ, ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവമാണ്. അപ്പോ എത്ര ദൈവങ്ങളുണ്ട്? നമ്മളുടെ മുഖ്യമന്ത്രി മന്ത്രിമാരുടെ മുകളിലുള്ള മന്ത്രിയാ. എത്ര മന്ത്രിയുണ്ട്? എത്ര മന്ത്രിയുണ്ട് ഏകദേശം? ഒരാളാണോ കുറെ പേരുണ്ടോ? 19 മന്ത്രി. അവരുടെ മുകളിലുള്ള മന്ത്രിയാണ് മുഖ്യമന്ത്രിയായ ഒരേ ഒരു മന്ത്രി. പിടുത്തം കിട്ടിയ ഡൽഹിയില് ഇതാ ധാരാളം സെൻട്രൽ മിനിസ്റ്റേഴ്സ്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, പല വെറൈറ്റി ഉണ്ട്. അവരുടെ എല്ലാം മുകളിലുള്ള ആ മന്ത്രിമാരുടെ മുകളിലുള്ള മന്ത്രി ആണ് പ്രധാനമന്ത്രി. എത്ര മന്ത്രിമാരുണ്ട്? എത്ര? 70 മുകളിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിക്കണേ. അപ്പോ ഈ അനേകം മന്ത്രിമാരുടെ മുകളിൽ ഒരേ ഒരു മന്ത്രിയെ ഉള്ളൂ, പ്രധാനമന്ത്രി. ഇവിടെ പറയാണ് ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവം ഒരേ ഒരാളെ ഉള്ളൂ, സ്വർഗസ്ഥ പിതാ. ഇതുപോലെ തന്നെ പഠിക്കണം. അല്ല എങ്കിൽ നിങ്ങളുടെ അറിവ് കൊണ്ട് തന്നെ നിങ്ങൾ തെറ്റിപ്പോവും. ഒന്നൊരു വായിച്ചേ. നിങ്ങളുടെ ദൈവമായ യഹോവ ദേവാദി ദൈവവും. നിങ്ങളുടെ ദൈവമായ യഹോവ ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവമാണ്. നമ്മളുടെ മന്ത്രിയായ പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാരുടെ മുകളിലുള്ള മന്ത്രിയാണ്. ഈ ഒരു തിരിച്ചറിവാണ്. സ്കൂളിലെ ടീച്ചർ, ഏത് ടീച്ചർ? ഹെഡ് ടീച്ചർ, ഹെഡ് മാസ്റ്റർ. ടീച്ചർമാരുടെ മുകളിലുള്ള ടീച്ചറാണ്. ഇത് തിരിച്ചറിഞ്ഞു വേണം പ്രവർത്തിക്കാൻ. അല്ലെങ്കിൽ ദൈവരാജ്യം നമ്മളുടെ തെറ്റായ അറിവ് കൊണ്ട് തന്നെ പിശാച് മുക്കും. ഇനി പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ പറയുന്നത് എല്ലാവർക്കും ഈ അറിവില്ല. ഏത്? അനേക ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവമാണ് പിതാവായ ദൈവം എന്ന അറിവ് എല്ലാവർക്കും ഇല്ല. ആ പിതാവായ ദൈവം സകലത്തിനും കാരണഭൂതനാണെന്നുള്ള അറിവ് എല്ലാവർക്കും ഇല്ല. കർത്താക്കന്മാരുടെ മുകളിലുള്ള കർത്താവാണ് ക്രിസ്തു എന്നുള്ള അറിവ് എല്ലാവർക്കും ഇല്ല. ക്രിസ്തു കാരണഭൂതനല്ല, മുഖാന്തരമാണെന്നുള്ള അറിവ് എല്ലാവർക്കും ഇല്ല. ഈ അറിവൊക്കെ ഇല്ലാതെ വരുമ്പോൾ പിശാച് നമ്മുടെ അറിവില്ലാത്ത മേഖലയിൽ നമ്മളെ തകർത്ത് കളയാനിടയാകും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിക്കും. തുടർന്ന് മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. അവൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ കിടന്ന് തൂങ്ങും. തെറ്റാണെങ്കിലും അത് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വായിച്ചേ 1 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, അല്ല 7-ാം വാക്യം ആദ്യം വായിക്കാം. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല. അപ്പോ ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ അറിവ് എന്താണ്? എല്ലാവരിലും ഇല്ല എന്ന് പറയുന്ന ഈ അറിവ്
ഉണ്ടോ? സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം 8:7. എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല. ഇന്ന് വരെയും വിഗ്രഹ പരിചയ ഹേതുവായ കഴിച്ചുകൊണ്ടിരിക്കണേ. കാരണം ഇതുവരെ വിഗ്രഹങ്ങളെടുക്ക് പോയി. അപ്പോൾ ഇതാ പല പല ദേവി ദേവന്മാരും പുണ്യാളനും പുണ്യവതിയും അവരെല്ലാം കതിന കൊടുത്തും മെഴുകുതിരി കൊടുത്തും നേർച്ചയിട്ടൊക്കെ പ്രസാദിപ്പിക്കാനൊക്കെ നോക്കി. യേശുവിന് അതൊന്നും വേണ്ട, യേശുവിന് സ്തുതിയാ വേണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ യേശുവിന് സ്തുതി കൊടുത്തിനി പ്രസാദിപ്പിക്കണം. അങ്ങനെ ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ഏതറിവാണ് എല്ലാവർക്കും ഇല്ലാത്തത്? എന്നിട്ട് നമുക്ക് അതിന്റെ 5 മുതൽ വായിക്കുമ്പോൾ എന്നിട്ട് നമ്മളെ തന്നെ വെക്കണം, ഈ അറിവ് ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. വായിച്ചേ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങളെന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ഈ അറിവുണ്ടോ? ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്? ബൈബിള് പറയുന്നത് ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ആകാശത്തിലും ഭൂമിയിലും ദൈവങ്ങൾ, ദേവന്മാർ എന്നല്ല, ട്രാൻസ്ലേഷന്റെ മിസ്റ്റേക്ക് ആണ് കേട്ടോ. എന്നാൽ ആകാശത്തിലെ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവരുണ്ടെന്ന് പറയും. ദേവന്മാരിൽ ഇംഗ്ലീഷിലേക്ക് നോക്കിയാൽ ഗോഡ്സ്, ഗോഡ്സ്. അതിന്റെ ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് തിയോസ്, ഹെബ്രായ വേർഡ് എന്ന് പറയുന്നത് എലോഹീം. ആകാശത്തിലും ഭൂമിയിലും എലോഹീം എന്ന് പേരുള്ളവർ ധാരാളം പേരുണ്ട്. എത്ര പേരുണ്ട്? ഇപ്പൊ ദൈവങ്ങൾ എന്ന് പേരുള്ളവർ എത്ര പേരുണ്ട്? ധാരാളം പേരുണ്ട്. മനസ്സിലായോ? അപ്പൊ ബൈബിള് ധാരാളം ദൈവങ്ങളെ കുറിച്ച് പറയുന്ന ബൈബിളാ. ദൈവങ്ങൾ എന്ന് പറയുന്നവർ ധാരാളം പേരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ മധ്യേ അത്യുന്നതനായ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അതാണ് സ്വർഗസ്ഥ പിതാവ്. ഈ അറിവുണ്ടായിരുന്നു ഇതിനു മുമ്പ്? ഇല്ല. എന്നാ ഇന്ന് ഉണ്ടാക്കിക്കോ. ആ ബൈബിള് പറയാം, ഈ അറിവ് എല്ലാവർക്കും ഇല്ല. നമ്മൾക്ക് അറിവില്ല എങ്കിൽ പിശാച് നമ്മൾ തെറ്റിച്ചുകൊണ്ട് പോകും. ആ ഭാഗത്ത് പിശാച് നമ്മൾ തെറ്റിക്കുക. എവിടെയാണോ നമ്മുടെ അറിവില്ലായ്മ അവിടെയാണ് നമ്മളെ പിടിക്കുന്നത്, തെറ്റിക്കണേ. അറിയാമെങ്കിൽ നമുക്ക് നമ്മളെ തെറ്റിക്കാൻ പറ്റത്തില്ല. അപ്പോ ദൈവങ്ങൾ എന്ന് പേരുള്ളവർ ആകാശത്തിലും ഭൂമിയിലും ധാരാളം ഉണ്ടെങ്കിൽ അവരുടെ നടുവിൽ പിതാവായ ഏകദൈവമേ നമുക്ക് ഉള്ളൂ. ഹല്ലേലൂയ. ഈ അറിവുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തെറ്റിക്കാൻ പറ്റത്തില്ല. ഇനി യേശുക്രിസ്തു ഇതിനെ പറയുന്നത്, യേശുക്രിസ്തു ഇതിനെ സപ്പോർട്ട് ചെയ്യേ. യോഹന്നാൻ 17:3 യേശുക്രിസ്തു പറയുകയാണ് പിതാവിനോട്, ഏക സത്യദൈവമായ അങ്ങയെയും. തന്റെ പിതാവിനോട് സംസാരിക്കണേ. യേശു പറയുകയാണ് ഏക സത്യദൈവമായ അങ്ങയെയും. അപ്പൊ യേശുവിന്റെ മനസ്സിൽ ഏക സത്യദൈവം എത്ര പേരുണ്ട്? ഹൃദയം നിറഞ്ഞ് കവിയെന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്, അല്ലേ? നിങ്ങളുടെ പേരെന്താ? ആ ബ്ലൂ ഷർട്ടിട്ട് ആളുടെ പേര് ബൈജു. എന്തേ ബൈജു എന്ന് പറഞ്ഞേ? ബൈജുവിന്റെ ഉള്ളിലെ ഹൃദയം നിറഞ്ഞ് കവിയുന്നത് ഐ ആം ബൈജു എന്നാണ്, അല്ലേ? അതുകൊണ്ടല്ലേ വാഗോണ്ട് അങ്ങനെ പറഞ്ഞേ. എന്തുകൊണ്ടാ സണ്ണി എന്ന് പറയാഞ്ഞേ? അത് ഹൃദയത്തിലില്ല. ഞാൻ ബൈജു ആ പാസ്റ്ററെ. പാസ്റ്റർ ഇത്രയും പോലും ബുദ്ധിയില്ലേ? ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ ഉള്ളിലെ യേശുവിന്റെ ഹൃദയം നിറഞ്ഞു കവിന്നാണ് യേശു പറയുന്നത്, ഏക സത്യദൈവമായ അങ്ങയെയും. അപ്പൊ യേശുവിന്റെ മനസ്സിൽ ഏക സത്യദൈവം ആരാ? പിതാവാ. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. യേശു നുണ പറയത്തില്ല. പിതാവോട് സംസാരിക്കുക. ഹൃദയങ്ങളെ ഉൾപ്പൂവുകളെ അറിയുന്ന സ്വർഗസ്ഥ പിതാവോട് സംസാരിക്കുകയാണ്. ഏക സത്യദൈവമായ അങ്ങയെയും. വായിച്ചേ. ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന, യോഹന്നാൻ 17:3. സ്ക്രീനിൽ കൊണ്ടുവരാം. ഓക്കെ. ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ യേശുവിന്റെ ഹൃദയത്തിൽ ഒരേ ഒരു ഏക സത്യദൈവമേ ഉള്ളൂ. ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന്. ടീച്ചർമാരുടെ നടുവിൽ ഒരേ ഒരു ഹെഡ് ടീച്ചറേ ഉള്ളൂ, ഹെഡ് മാസ്റ്റർ.
കേരളത്തിലെ മന്ത്രിമാരുടെ നടുവിൽ ഒരേ ഒരു ഹെഡ് മന്ത്രിയേ ഉള്ളൂ, മുഖ്യമന്ത്രി. സെൻട്രൽ ഗവൺമെന്റ് മന്ത്രിമാരുടെ നടുവിൽ ഒരേ ഒരു ഹെഡ് മന്ത്രിയേ ഉള്ളൂ, പ്രധാന മന്ത്രി. ദൈവങ്ങളുടെ നടുവിൽ ഒരേ ഒരു അത്യുന്നതനായ ദൈവമേ ഉള്ളൂ, സ്വർഗസ്ഥ പിതാവ്. യേശുക്രിസ്തു പറയുന്നു, ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങ് അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. എന്തുകൊണ്ടാ യേശുക്രിസ്തു ദൈവമാണോ? തീർച്ചയായും ദൈവമാണ്. ഏത് ദൈവമല്ല? അത്യുന്നതനായ തൻ്റെ അപ്പൻ അല്ല. ഇത് നമ്മൾ തിരിച്ചറിയാം. ദൈവത്തിൽ നിന്ന് ജനിച്ച ഏതൊരു വ്യക്തിയും ദൈവം തന്നെയാണ്. പക്ഷെ ആരും അത്യുന്നതനല്ല. നിങ്ങളുടെ വീട്ടിലൊരു പൂച്ച പ്രസവിച്ചു. ആ പൂച്ച പ്രസവിച്ചതിൽ എത്ര എലിക്കുഞ്ഞുങ്ങളുണ്ടാവും? പൂച്ച പ്രസവിച്ച പൂച്ച തന്നെയായിരിക്കും. ഓ, എനിക്കിപ്പോ ആ അറിവ് നിങ്ങൾ പറഞ്ഞു തന്നതിന് നന്നായി. പൂച്ചയ്ക്ക് മക്കളുണ്ടായാൽ പൂച്ച തന്നെയാ. മനുഷ്യരായ നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നില്ലേ? അവരൊക്കെ ആരാ? മുയലും കുഞ്ഞുങ്ങളോ ആടും കുഞ്ഞുങ്ങളോ അല്ലല്ലോ, എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ ദൈവത്തിന് ഒരു മകൻ ജനിച്ചാൽ ആര് തന്നെയായിരിക്കും? ദൈവം തന്നെയാ. പക്ഷെ ആരല്ല? അപ്പൻ അല്ല, ആ അപ്പന്റെ മകനാ. അതുകൊണ്ടാണ് ഈ അപ്പൻ എല്ലാവരെയും കാണുമ്പോഴും, നിങ്ങളുടെ മോനെയും കൊണ്ട് എവിടെയെങ്കിലും യാത്ര പോവുക, നിങ്ങളൊരു കൂട്ടുകാരത്തെ കണ്ടു, നിങ്ങൾ എന്നാ പറയും? ഇതെന്റെ മോനാ, ഇതെന്റെ മോനാന്ന് പറയില്ലേ? ശരിയല്ലേ? ഇത് തന്നെയല്ലേ അപ്പൻ കാണുന്നവരെയൊക്കെ നോക്കി പറയണേ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. സ്നാനപ്പെടുന്ന സമയത്ത്, ഈ മകൻ സ്നാനപ്പെടുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ മക്കളുടെയൊക്കെ സ്നാനാണെങ്കിൽ നമ്മളും പോവില്ലേ? ഇതുപോലെ സ്വർഗസ്ഥ പിതാവും വന്നു. സ്വർഗസ്ഥ പിതാവ് വന്നിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രനാ. ഹല്ലേലൂയ. പിന്നെ മറ്റൊരു സമയത്ത് മറുരൂപമലയിൽ യേശുക്രിസ്തു രൂപാന്തരപ്പെട്ടൊരു സമയമുണ്ട്. അപ്പോഴും അപ്പം വന്നിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രനാ. അപ്പൊ എവിടെയും പുത്രനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഇവൻ ഞാനാണെന്നല്ല, ഇവൻ എൻ്റെ മകനാണ്. പക്ഷെ ഇവൻ എന്നെ വെളിപ്പെടുത്തും. എല്ലാ ദൈവപുത്രന്മാരും അപ്പനെ വെളിപ്പെടുത്തുന്നവരാ. അപ്പൊ ഈ ഒരു തലം നമ്മൾ മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി അതാ. അതിലേക്ക് നമ്മൾ വരുന്നേ. നമ്മൾ ക്രിസ്തു എന്ത് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ചെയ്യും. കാരണം ആ ക്രിസ്തുവോട് അനുരൂപമാകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. അപ്പൊ ഇവിടെ പറയാണ്, യേശുക്രിസ്തു പറയുക, ഏക സത്യദൈവമായ അങ്ങയെയും. അപ്പൊ യേശുവിന്റെ മനസ്സിൽ ഏക സത്യ ദൈവം സ്വർഗസ്ഥ പിതാവ് മാത്രമേ ഉള്ളൂ. താൻ ദൈവമാണോ? തീർച്ചയായും ദൈവം ജനിച്ച ദൈവമാണ്, ദൈവപുത്രനാണ്. ഹല്ലേലൂയ. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അല്ലാതെ യേശു ഇങ്ങനെ പറഞ്ഞില്ല, ഞാനും അങ്ങും കൂടിയ ഏക സത്യ ദൈവം എന്ന് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പറയുന്ന ആൾ ആരോടാണെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. നമുക്ക് പിന്നെ ഈ ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 2-3 ഒരാളേക്ക് കൂട്ടി ഒരു ദൈവം ഉണ്ടാക്കിയെടുക്കും. ഹല്ലേലൂയ. പിടുത്തം കിട്ടിയ? യേശു അന്നെങ്ങാനും അപ്പനോട് അങ്ങനെ പറഞ്ഞെങ്കിലോ, ഞാനും അങ്ങും കൂടി ഏകസത്യ ദൈവം എന്ന് പറഞ്ഞിരുന്നെങ്കിലോ പ്രശ്നം ആയേനെ. യേശു ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം യേശുവിന് വ്യക്തമായ ബോധം ഉണ്ട്. എൻ്റെ അപ്പൻ ആരാന്നറിയോ? യേശുവിനറിയാം, അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. എന്നെ പോലെയല്ല, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ എൻ്റെ അപ്പൻ അങ്ങനെയല്ല, എല്ലാം സ്വയമേ ചെയ്യുന്നവനാ. ഞാൻ എൻ്റെ അപ്പനിൽ ആശ്രയിച്ച് ജീവിക്കുന്നതാ. എൻ്റെ അപ്പന് സ്വയമേ ജീവനുണ്ട്, എനിക്ക് സ്വയമേ ജീവനില്ല. ഞാൻ ജീവിക്കുന്നത് എൻ്റെ അപ്പനാല. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ ധന്യനായ ഏകാധിപതിയാ. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റൂല. ഹല്ലേലൂയ. വ്യക്തമായ ബോധം വേണം. എല്ലാം ആരംഭിക്കുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ പിതാവിൽ നിന്നാണ്, ക്രിസ്തുവിൽ നിന്നല്ല. ക്രിസ്തുവിൽ നിന്ന് ആരംഭിക്കുന്നത് പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. പുതിയ സൃഷ്ടിയെ കുറിച്ച് ഇനി പഠിക്കാനുണ്ട്, മനസ്സിലാക്കണം. യാക്കോബ് 1:17 വായിച്ച്. യാക്കോബ്, ജെയിംസ് 1:17. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും
ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. മനസ്സിലായി? എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും വരുന്നത് യേശുവിൽ നിന്നുമല്ല, നമ്മളിൽ നിന്നുമല്ല, വരുന്നത് വെളിച്ചങ്ങളുടെ പിതാവിൽ, സ്വർഗസ്ഥ പിതാവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പരിശുദ്ധാത്മാവിന്റെ നദി സ്റ്റാർട്ട് ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവിൽ നിന്ന് അത് യേശുവിലേക്ക് വരും, യേശുവിലൂടെ നമ്മിലേക്ക് വരും. എല്ലാ സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നേ. ആ സ്വർഗസ്ഥ പിതാവിനെ കുറിച്ച് പറയുകയാണ് ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 1:6 and 16. ആ പിതാവിന്റെ ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ആ കാര്യങ്ങൾ പിതാവിലാണുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഓ ഫാദർ, ഇത് എന്തുകൊണ്ട് ഇതൊക്കെ പഠിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ തെറ്റിച്ച് പഠിപ്പിച്ചത് കൊണ്ട് നമുക്കാകെ കൺഫ്യൂഷനാണ്. നമുക്ക് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ഒരു വാക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു വഴി തുറക്കും, വേറൊരു വാക്ക് വേറൊരു വഴി തുറക്കും, വേറൊരു വാക്ക് വേറൊരു വഴി തുറക്കും. അങ്ങനെ 3 വഴി നിങ്ങൾ നിന്നാൽ നിങ്ങൾ ആകെ കൺഫ്യൂഷനായി ഏത് വഴി പോകും. അപ്പോൾ വിശുദ്ധ ബൈബിളിലെ വചനം മാത്രം എടുക്കുക. വിശുദ്ധ ബൈബിളിലെ വചനം ഒരിക്കലും തെറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കത്തില്ല. അങ്ങനെ അടിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്ന് വിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കാം. വായിച്ച് 15-16 ദൈവത്തെക്കുറിച്ച്, അത്യുന്നതനായ ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് അത്യുന്നതനായ ദൈവത്തിന്റെ പ്രത്യേകത കണ്ടോ? ധന്യനായ ഏകാധിപതി. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ യേശു കർത്താവിന് ഇല്ല. നിങ്ങൾക്കറിയാം ഏകാധിപതി എന്ന് വെച്ചാൽ എന്നാന്ന്? എന്തോ? സ്വയം ഭരിക്കുന്നവൻ. സ്വയം ഭരിക്കുന്നവൻ എല്ലാം സ്വയമേ ചെയ്യത്തുള്ളൂ. നമ്മൾ കേട്ടിട്ടുണ്ട് ഹിറ്റ്ലർ ഒരു ഏകാധിപതിയാണ്, സദാം ഹുസൈൻ ഒരു ഏകാധിപതി, ഇല്ലേ? അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് എന്ന് പറയുന്നത് ഏകാധിപതിയാണ്, സ്വയം ഭരിക്കും. ഞാൻ എൻ്റെ ഇഷ്ടമെല്ലാം ചെയ്യും, ആര് ചോദിക്കും? ഇതാണ് ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരാൾക്കേ അതിനുള്ള കാലിബർ ഉള്ളൂ, അതാണ് സ്വർഗസ്ഥ പിതാവ്. യേശുക്രിസ്തുവിന് അത് പറ്റില്ല. യേശുക്രിസ്തു പറയുന്നത് എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. യോഹന്നാൻ 5:19 വായിച്ച്. ഇതിന് നേരെ എതിരാണ് യേശു ക്രിസ്തുവിന്റെ നേച്ചർ. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കണ്ടോ? ഇനി 30 കൂടി വായിക്കണം. എനിക്ക് സ്വയമേ ഒന്ന് ആമേൻ ആമേൻ ഉറപ്പിച്ചും തറപ്പിച്ചും ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് പുത്രന് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ പിതാവ് അങ്ങനെ എല്ലാം സ്വയമേ ചെയ്യുന്ന, എല്ലാം സ്വയമേ ചെയ്യുന്ന. ഇവരെ രണ്ടുപേരെയും ഒരിക്കലും ഈക്വലാക്കാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിന്റെ തലയാണ് സ്വർഗസ്ഥ പിതാവ്. സ്വർഗസ്ഥ പിതാവ് ചിന്തിക്കുന്നു, യേശുക്രിസ്തു മുഖാന്തരം അത് ചെയ്യുന്നു. ഇതാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇനി നമ്മൾ എന്തിനാ മനസ്സിലാക്കണേ? ഈ യേശുക്രിസ്തുവിനെ പോലെ ആകാനാണ് നമ്മളെ വിളിച്ചേക്കണേ, സ്വർഗസ്ഥ പിതാവിനെ പോലെ ആകാനല്ല. വ്യക്തതയോടെ മനസ്സിലാക്കുക. നമ്മളെ വിളിയാതെ സ്വർഗസ്ഥ പിതാവിനെ പോലെ ആകാൻ നമ്മൾ നോക്കിയാൽ അടിച്ച് താഴെയിടും. അങ്ങനെ നോക്കിയ ആദ്യത്തെ വ്യക്തിയാണ് നിഷ്കളങ്കനായ ഒരു ദൂതൻ. ഞാൻ അത്യുന്നതനോട് സമനാവും. ഏത് ഉന്നതനോട്? അത്യുന്നതനോട്. അപ്പോ ഇവർക്കറിയാം ഉന്നതന്മാർ കുറെ പേരുണ്ട്, അതിന്റെ മുകളിൽ ഒരു ഉന്നതനാണ് അത്യുന്നതൻ. അതാണ് അത്യുന്നതനായ ദൈവം. അത്യുന്നതനോട് സമനാകുമെന്ന് പറഞ്ഞു, അവനെ വെട്ടി താഴെ ഇട്ടു. അതേപോലെ ദൈവത്തെ പോലെ ആകാം എന്ന് പറഞ്ഞുകൊണ്ട് ഹവ്വയെ പറ്റിച്ചു. നന്മ തിന്മകളെ കുറിച്ച് അതിന്റെ വർഷത്തിന്റെ ഫലം നിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യ കുടുംബവും പറ്റിക്കപ്പെട്ടു, പുറത്താക്കപ്പെട്ടു. ഹല്ലേലൂയ. നമ്മളെ അത്യുന്നതനായ ദൈവത്തെ പോലെ ആകാൻ വിളിച്ചിട്ടില്ല, അത്യുന്നതന്റെ മകനായ ക്രിസ്തുവെ പോലെ ആകാനാ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോ ഇത് സത്യമായിട്ടാണ് ഈ വിളിച്ചു പറയുന്നത്, ആസിറ്റീസ വിളിച്ചു പറയുന്നേ. യാതൊരു ഡിനോമിനേഷൻ്റെതായ കുഴമ്പും പരട്ടിയിട്ടല്ല ഇത് വിടുന്നേ.
ഉള്ളതുപോലെ പറയുന്നത്. 5:30 വായിച്ച വീണ്ടും. യോഹന്നാൻ 5:30. എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല. അപ്പൊ യേശു പറയാണ്, എനിക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ബൈബിളിൽ യേശു നേരിട്ട് പറയാം, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ സ്വർഗസ്ഥ പിതാവ് പറഞ്ഞ അങ്ങനെയാണ്. ഏശയ്യ 46:10 സ്വർഗസ്ഥ പിതാവ് പറയുകയാണ്, ഞാൻ എൻ്റെ ഇഷ്ടമൊക്കെ ചെയ്യുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമൊക്കെ ചെയ്യും. ഇതാണ് ഏകാധിപതി. ധന്യനെന്ന് പറഞ്ഞാൽ അത് സാധിക്കുകയും ചെയ്യും. ഞാൻ എൻ്റെ ഇഷ്ടമൊക്കെ ചെയ്യും, അത് സാധിക്കുകയും ചെയ്യും. ഇതാണ് ഏശയ്യ 46:10 വായിച്ച്. ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും. ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. മനസ്സിലായോ? ഇതാണ് ഞാനാകുന്നു. എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും, അതെല്ലാം സാധിക്കും. ധന്യനായ ഏകാധിപതി. ഹല്ലേലൂയ. ഒരേ ഒരാൾക്ക് മാത്രമേ പ്രപഞ്ചത്തിൽ അത് പറയാൻ കഴിയൂ, അത്യുന്നതനായ യേശുക്രിസ്തുവിന്റെ ദൈവമായ സ്വർഗസ്ഥ പിതാവ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ താല്പര്യമൊക്കെ ഞാൻ അനുഷ്ഠിക്കും, അതൊക്കെ സാധിക്കുകയും ചെയ്യും. ധന്യനാണ് ഞാൻ അയച്ച വചനം അത് വെറുതെ മടങ്ങി വരത്തില്ല. ധന്യനാണ്, കാര്യം സാധിച്ചേ തിരിച്ചു വരത്തുള്ളൂ. ധന്യനായ ഏകാധിപതി. ഹല്ലേലൂയ. ജെറമ്യാ 36:27 ഇങ്ങനെ പറയുന്നു, യഹോവയാം ദൈവം പറയുകയാണ്, ഞാൻ സർവ്വ ജഡത്തിന്റെയും ദൈവമായ യഹോവയല്ലയോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ധന്യനായ ഏകാധിപതി. വായിച്ചേ. ജെറമ്യാ 36:27 അല്ലേ? അങ്ങനെ അത് തന്നെയല്ലേ? ഞാൻ ചിന്തിച്ചത് മാറിപ്പോയോ? മുപ്പത്തിരണ്ടിന്റെ 27, 36 32:27. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? കണ്ടോ? ഞാൻ സർവ്വ ജഡത്തിന്റെയും ദൈവമായ യഹോവയെ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ആര് പറയുന്നു? ധന്യനായ ഏകാധിപതി. എന്നാൽ കർത്താവ് യേശു, ആ ദൈവത്തിന്റെ മകൻ പറയുന്നു, എനിക്ക് സ്വയമേ ഒന്നും സാധ്യമല്ല. ഉറപ്പിച്ചു തറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ ഈ ദൈവരാജ്യ സന്ദേശത്തെ മറയ്ക്കാൻ, ഈ ദൈവരാജ്യ സന്ദേശത്തെ നമ്മളിന്ന് മറയ്ക്കാൻ, നാം യേശുക്രിസ്തുവിന്റെ കൂട്ടവകാശികളാകുമെന്ന് മറയ്ക്കാൻ, നാം യേശുക്രിസ്തുവിന്റെ സഹോദരങ്ങളാകുമെന്നുള്ളത് മറയ്ക്കാൻ, നമ്മുടെ അറിവില്ലായ്മ നിമിത്തം പിശാച് നമ്മളെ പറ്റിച്ചു. 3-ാം നൂറ്റാണ്ടിൽ വെച്ച് മനുഷ്യൻ കമ്മിറ്റി കൂടിയിട്ട് ഈ യേശുക്രിസ്തുവിനെ കൊണ്ടുവന്ന് പിതാവിന്റെ ഒപ്പത്തിനൊപ്പം കൊണ്ടങ്ങ് വെച്ചു. അതിനെ ഒരു ബൈബിളിൽ ഒരു വചനം എടുത്തു, ഫിലിപ്പിയർ 2:5. ദൈവത്തോടുള്ള, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണ്ട എന്ന് വിചാരിച്ചു. യേശു ദൈവരൂപം തന്നെ, യാതൊരു സംശയവുമില്ല. കല്യാണം കഴിച്ചതാണോ ബൈജു? അല്ല. കല്യാണം കഴിച്ച ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ബ്രദർ പേരെന്താ? ജോസഫ്. കല്യാണം കഴിച്ചാണോ? മക്കളുണ്ടോ? ഏത് രൂപ? മനുഷ്യരൂപോ പൂച്ചരൂപോ? മനുഷ്യരൂപം അല്ലേ? അപ്പൊ ദൈവത്തിനൊരു മകൻ ജനിച്ച ഏത് രൂപമാ? ദൈവരൂപം അല്ലേ? ആ യേശുവിനെ കുറിച്ച് പറയാം, അവൻ ദൈവരൂപത്തിലിരിക്കെ. ഏത് രൂപം? ദൈവരൂപം. ആ ദൈവരൂപം, അതിനോട് സമത്വം വേണ്ട എന്ന് വെച്ചു. രൂപം മാറി, വേഷത്തിൽ മനുഷ്യരൂപം എടുത്തു എന്ന് പറഞ്ഞ ആൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഹല്ലേലൂയ. ക്രൂശിലെ മരണത്തോളം തന്റെ അപ്പനോട് അനുസരണം ഉള്ളവനായി തീർന്നു. അതുകൊണ്ട് ഈ അപ്പൻ ഈ മകനെ ഏറ്റവും ഉയർത്തി. അല്ലാണ്ട് താൻ അപ്പന്റെ ഒപ്പമല്ല. മനസ്സിലായോ? അപ്പൻ ധന്യനായ ഏകാധിപതി, സർവപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ. ഈ മകൻ ഒന്നിന്റെ ഉടമസ്ഥനല്ല. എന്നോട് ദേഷ്യപ്പെടരുത്. മകൻ അവകാശി മാത്രമാ. ദൈവത്തിന്റെ വചനം എഴുതി വച്ചിരിക്കുന്നു, ഈ ക്രിസ്തുവിലൂടെ സകലതും ഉണ്ടാക്കി. ക്രിസ്തുവിന്റെ പേരാണ് വചനം. ഈ വചനത്തിലൂടെ സകലതും ഉണ്ടാക്കി. ഈ വചനമാണ് ക്രിസ്തുവിനെ സകലത്തിന് അവകാശിയാക്കി വെച്ചു. ഉടമസ്ഥനല്ല. അവകാശി ഉടമസ്ഥനെ എങ്ങനെ ഒപ്പത്തിനൊപ്പം വരുന്നേ?
എന്നാൽ 3-ാം നൂറ്റാണ്ടിൽ നമ്മുടെ അറിവില്ലായ്മ നിമിത്തം പിശാച് മനുഷ്യ കമ്മിറ്റി കൂടി മനുഷ്യാലോചനയിൽ ഇവനെ കയറ്റി അങ്ങ് വെച്ചു. ആരാക്കി വെച്ചു? അത്യുന്നതനായ ദൈവമാക്കി അങ്ങ് വെച്ചു. ഇനി നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ സഹോദരനാവുമെന്ന്? പറയാൻ പറ്റുമോ? ശ്രദ്ധിച്ചു നോക്കിയേ, യേശു അത്യുന്നതനായ ദൈവമാണെങ്കിൽ എൻ്റെ പ്രിയ മോനെ എങ്ങനെ നിന്റെ സഹോദരനാവും? ആരാടോ നിന്റെ ബ്രദർ? അത്യുന്നതനായ ദൈവമാ. പറയാൻ പറ്റുമോ? പറ്റില്ല. ദൈവരാജ്യ സുവിശേഷത്തെ ബ്ലോക്ക് ചെയ്തു. മനുഷ്യനെന്ന് മനസ്സിലായില്ല, ഇതിനെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. 3-ാം നൂറ്റാണ്ടിൽ വെച്ച് ബ്ലോക്ക് ചെയ്തു. ഇതാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞ്, ഞങ്ങൾ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് അവർ വിപരീത ഉപദേശം പറഞ്ഞ് ദൈവരാജ്യ സുവിശേഷത്തെ ബ്ലോക്ക് ചെയ്യും. അപ്പോസ്തലപ്രവൃത്തി 20:29. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യ സുവിശേഷം അറിയിക്കുന്നു, പക്ഷെ ഞങ്ങൾ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേക്കും. എന്നിട്ട് അവർ വിപരീതമായി പ്രസംഗിച്ചിട്ട് ഈ സന്ദേശത്തെ സഭയിൽ നിന്ന് എടുത്തു കളയും. അത് ഓൾറെഡി സംഭവിച്ചു. 3-ാം നൂറ്റാണ്ടിൽ അത് സംഭവിച്ചു. അപ്പോസ്തലപ്രവൃത്തി 20:25 വായിച്ചേ. പൗലോസിന്റെ ഒക്കെ സുവിശേഷ പ്രസംഗം എന്തായിരുന്നു? അവർ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു. എങ്ങനെ? ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട്. വായിക്കാം. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല. ശ്രദ്ധിച്ചേ, അവിടെ പറയാണ് പൗലോസിന്റെ സുവിശേഷ പ്രസംഗമാണ്. ജാതികളോടാണ് സംസാരിക്കുന്നത്. എഫെസസ് സഭയിലെ മൂപ്പന്മാരോടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ഇനി കാണത്തില്ല. എന്താ പ്രസംഗിച്ചു നടന്നേ? ദൈവരാജ്യം. ഇത് ആര് പ്രസംഗിച്ചു നടന്ന സംഭവമാണ്? യേശു ക്രിസ്തു പ്രസംഗിച്ചു നടന്ന അതേ സംഭവമാണ് യഹൂദന്മാരുടെ ഇടയിൽ. ഇവിടെ പൗലോസ് അത് ജാതികളുടെ പ്രസംഗിക്കുക, എഫെസസിലെ മൂപ്പന്മാരോട് സംസാരിക്കുക. നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം. യേശു പ്രസംഗിച്ച അത് തന്നെ ഞാനും പ്രസംഗിക്കുന്നു. ഇന്ന് പ്രസംഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. പിശാച് അതിനെ മുക്കി, സന്ദേശത്തെ കളഞ്ഞു. ബൈബിൾ കോളേജിലെ സിലബസിൽ പോലും ഈ സാധനം ഇല്ല ഇന്ന്. സുവിശേഷമില്ലാത്ത സുവിശേഷകരെ ഒരുക്കുന്ന ബൈബിൾ കോളേജുകൾ, സെമിനാരികൾ. പിശാച് അത്രത്തോളം ജയിച്ചു. ഇതുകൊണ്ടാണ് പറയുന്നത് ഇതിന് ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശം. ഇന്നത്തെ സുവിശേഷ വേദികളിൽ കാണാം സുവിശേഷമില്ലാത്ത സുവിശേഷം. എല്ലാ സുവിശേഷകരോടും ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. കഴിഞ്ഞ ദിവസം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന ഒരു ചർച്ചില് ഒരു ചെറിയൊരു ക്ലിപ്പിങ് ഇതാ ഞാൻ കാണാനായിട്ടിടയാ. ചെറിയൊരു ക്ലിപ്പിങ് എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഈ പ്രസംഗത്തിന് ഫലം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു പെന്തക്കോസ്ത് ദേവദാസൻ, ഞാൻ അറിയത്തില്ല അദ്ദേഹം ആരാണെന്ന്. ഇതാ ഈ സന്ദേശത്തിന്റെ ഫലമായിട്ട് അദ്ദേഹം വിളിച്ചു പറയുക, പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യ സുവിശേഷം ആണ് യേശു പ്രസംഗിച്ചത്. നമ്മൾ അതല്ല പ്രസംഗിക്കുന്നത്. നമ്മൾ യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം മാത്രമാണ് സുവിശേഷമായിട്ട് അറിയിക്കുന്നത്. പക്ഷെ യേശു ക്രിസ്തു പ്രസംഗിച്ചത് ദൈവരാജ്യ സുവിശേഷമാണ്. നമ്മൾ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ദൈവരാജ്യ സുവിശേഷം യേശു പറഞ്ഞ് അത്ര ക്ലിപ്പും കേട്ടുള്ളൂ. നമ്മൾ അതാണ് പ്രസംഗിക്കേണ്ടത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഈ തൊണ്ടകീറി അധ്വാനിക്കുന്നതിന് റിസൾട്ട് സ്വർഗത്തിലെ ദൈവം അവിടെ ഇവിടെയും കൊടുക്കുന്നുണ്ട്. കാരണം മാനസാന്തരപ്പെടാൻ തയ്യാറുള്ള ദൈവദാസന്മാരുണ്ട്. ഹല്ലേലൂയ, തയ്യാറാ. കാരണം അവർക്ക് വേണ്ടത് ഈ ചുറ്റുപാടുമുള്ള ഡിനോമിനേഷന്റെ സപ്പോർട്ടല്ല, അവർക്ക് വേണ്ടത് ദൈവത്തിന്റെ സപ്പോർട്ടാണ്. ബൈബിളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ അവർ തയ്യാറല്ല. അങ്ങനെയുള്ള ദൈവദാസന്മാർ ഇനിയും എഴുന്നേൽക്കട്ടെ. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഈ പറഞ്ഞ കാര്യം ഇതാ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ ദൈവരാജ്യ സന്ദേശമാണ് പ്രസംഗിക്കേണ്ടത്. ഇതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം എന്ന് പറയുമ്പോൾ ഈ മനുഷ്യർക്കൊരു പ്രശ്നമുണ്ട്. അവരെന്തെങ്കിലും പ്രസംഗിച്ചാൽ അതിൽ തന്നെ കിടക്കും. കാരണം അതിൽ നിന്ന് മാനസാന്തരപ്പെടാൻ അവർക്ക് വയ്യ. ഞാൻ പറഞ്ഞാൽ ശരിയെന്നും പറഞ്ഞ് തർക്കിച്ച് ആ കുഴി കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കും. എടാ, കൊച്ചിനോട് പറയാ, നീ കുഴിയിലെ കിടക്കണേന്ന് പറഞ്ഞാൽ, ചെളിയിലെ കിടക്കണേന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അവിടെ കിടന്ന് ഉരുണ്ടിട്ട് അപ്പൊ മറ്റവനും അങ്ങനെയല്ലേ കിടക്കണേന്ന് പറയും. നീ എഴുന്നേക്കാൻ നോക്ക്, ചെയ്യില്ല. അപ്പോ ഇവര് പലരും പറയണത് ദൈവത്തിന്റെ വചനപ്രകാരം യേശുക്രിസ്തു വന്നിട്ട് യഹൂദന്മാരോടാണ് ദൈവരാജ്യ സുവിശേഷം അറിയിച്ചത്. കാരണം പിതാവിന്റെ കൽപ്പനയാണ് ആദ്യം യഹൂദന്മാരോട് സംസാരിക്കാൻ. കാരണം സുവിശേഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുവിശേഷം ഒന്നേ ഉള്ളൂ. ആദ്യം യഹൂദനോട് പറയണം, പിന്നെയാണ് യവനന്. അതിന്റെ ഓർഡർ അങ്ങനെയാണ്. കാരണം എല്ലാ പിതാക്കന്മാരും വാഗ്ദത്തങ്ങൾ യഹൂദനുള്ളതാണ്.
യഹൂദൻ കഴിഞ്ഞിട്ടാണ് യവനനോട് പറയുന്നത്. അതിൻ്റെ ഓർഡർ അങ്ങനെയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു പരത്തുന്നത് യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ ദൈവരാജ്യ സുവിശേഷം. അങ്ങനെയല്ല, ഇത് പൗലോസ് പ്രസംഗിക്കുന്ന ജാതികളോടാ, എഫേസോ സഭയിലെ മൂപ്പന്മാരോടാണ് ഈ സംസാരിക്കുക. അവരെ വിളിച്ചു വരുത്തി സംസാരിക്കുക. കാരണം താൻ ഇനി അവരുടെ മുഖം കാണത്തില്ല, ഇനി ഞാൻ പോവുകയാണ്, ഇനി എൻ്റെ മുഖം നിങ്ങൾ കാണത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ചു വരുത്തി അവരോട് സംസാരിക്കുക. കാരണം താൻ തിരക്ക് പിടിച്ച് ജെറുസലേമിലേക്ക് പോണ വഴിയാണിത്. ഹല്ലേലൂയ. അപ്പോൾ യഹൂദനോട് യവനോട് ആരും നിങ്ങളെ പറ്റിക്കരുത്. ഒരു വചനം ഒന്ന് വായിച്ചോളൂ. റോമ 1:16. സുവിശേഷത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ ആദ്യ യഹൂദനോട് പറയും. യേശുക്രിസ്തു അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതാ ഇസ്രായേൽ ഗണത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ പിതാവ് എന്നെ അയച്ചിട്ടില്ല. എന്നിട്ട് യേശു വീണ്ടും തുടർന്ന് പറഞ്ഞു, ഈ ആട്ടിൻകൂട്ടത്തിൽ പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്, അതാണ് ജാതികൾ, ഞാൻ അവരെയും ചേർക്കേണ്ടതാ. എന്നിട്ട് ഇവർ രണ്ടും കൂടെ, ഇതാ യഹൂദനും യവനനും രണ്ടും കൂടെ ഒരാട്ടിൻകൂട്ടമായി തീരും. എന്നിട്ട് ഞാൻ അവരുടെ ഒരിടയനുമായി തീരും. അപ്പൊ രണ്ടും ഉണ്ട്. പക്ഷെ അതിന്റെ ഓർഡർ ആദ്യ യഹൂദനോടും പിന്നെ യവനനോടുമാ. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഇതാ പറ്റിക്കുന്നവർ നിങ്ങളുടെ അടുക്കലെത്തി നിങ്ങളെയും പറ്റിക്കും. വായിച്ചേ റോമ 1:16. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആ സുവിശേഷം ഒന്നേ ഉള്ളൂ, അതാണ് യേശു പ്രസംഗിച്ചത്. എനിക്ക് അതിന് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷക്കായി ദൈവശക്തിയാകുന്നു. അപ്പൊ ഈ സുവിശേഷം പൗലോസ് പറയാണ്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടിരുന്നവനായ ഞാൻ യഹൂദന് മാത്രമാണോ യവനനും ഉണ്ടോ? ആദ്യം യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. മനസ്സിലായോ? ഇപ്പൊ ഈ ദൈവരാജ്യ സുവിശേഷം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ ദൈവം വാഴുന്ന കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ മക്കളായി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കുടുംബമാണ് പ്രപഞ്ചത്തെ വാഴുന്നത്. അങ്ങനെ അപ്പന് വേണ്ടി നിങ്ങൾ വാഴുന്നവരായി മാറും. അപ്പൻ സകലത്തെയും പുതിയതാക്കുകയാണ്. അപ്പൊ ഈ സന്ദേശം മറന്നു പോകരുത്. അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞു വന്നത് 20:25 പറയുന്നു, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായി എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല, ഇനി വരത്തില്ല, ഇനി കാണത്തില്ല. ഈ യാത്രയിൽ പോയി പിന്നെ അവസാനം മരണത്തിൽ ചെന്ന് തീരും. താൻ ഇതാ സുവിശേഷത്തിനോട് യാഗമാകുക. ഇനി അദ്ദേഹം പറയുകയാണ്, ഇവിടെ നിങ്ങൾ സൂക്ഷിച്ചോളണം. ഇത് പറയുന്ന ആരോടാണെന്നറിയാമോ? മൂപ്പന്മാരോടാ പറയുന്നത്, ദേവദാസന്മാരോടാ ഈ പറയുന്നത്. അതുകൊണ്ട് ദേവദാസന്മാർ ശ്രദ്ധിക്കുക. അതിന്റെ 20:28 പറയുകയാണ്, അതുകൊണ്ട് ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചോളണം, കള്ളന്മാരും ഒന്ന് കൊണ്ടുപോകാൻ വരും, സൂക്ഷിച്ചോളണം. എന്നിട്ട് അദ്ദേഹത്തിന്റെ 29 പറയാണ്, ഞങ്ങൾ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ വരും. മൂപ്പന്മാരോട് പറയാം, കൊടിയ ചെന്നായ്ക്കൾ വന്നിട്ട് അവർ പ്രസംഗം നടത്തും. ആ പ്രസംഗം ഇതിന് വിപരീതമായിരിക്കും. ഞാൻ പ്രസംഗിച്ച ദൈവരാജ്യമാണ്, അതിന് വിപരീതമായിട്ട് പ്രസംഗിക്കും. അതുകൊണ്ടാണ് ഇന്ന് ദൈവരാജ്യ സഭകളിൽ കാണാത്തത്, ബൈബിളിന്റെ സിലബസിലില്ലാതെ. നിങ്ങളിത് മനസ്സിലാക്കുക. അതിന് വിപരീതമായിട്ട് അത് പ്രസംഗിച്ചിട്ട് ശിഷ്യന്മാരെ അവരുടെ കൂട്ടത്തിലേക്ക് വിളിച്ചോണ്ടൊക്കെ പോകും. വ്യക്തികളുടെ കൂടെ, ഡിനോമിനേഷന്റെ കൂടെ വിളിച്ചോണ്ട് പോകും. ഇന്ന് നീ ആരാന്ന് ചോദിച്ചാൽ ഒരുത്തനും പറയത്തില്ല ഞാൻ അത്യുന്നതനായ ദൈവത്തിന്റെ മകനാന്ന്. പകരം അവര് പറയും ഞാൻ കത്തോലിക്കനെ, ഞാൻ CSI, ഞാൻ പെന്തക്കോസ്താന്ന് പറയും. സഭയുടെ പുറകെ കൊണ്ടുപോയി, ഡിനോമിനേഷന്റെ പുറകെ വലിച്ചുകൊണ്ട് പോയി. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, കാൺമേൻ എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം CSI കാരെന്ന് വിളിക്കാൻ, പെന്തക്കോസ്തുകാരെന്ന് വിളിക്കാൻ, നോ 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 നോ, അതൊക്കെ ഡിനോമിനേഷൻ അവിടെ കിടന്നോട്ടെ. മരിച്ചാൽ കുഴിച്ചിടാൻ എന്തെങ്കിലും രജിസ്ട്രേഷൻ കിടന്നോട്ടെ, അതിനൊന്നും ഉപദ്രവിക്കണ്ട. ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ നമ്മൾ ധൈര്യമായിട്ട് പറയണം. നീ ആരാന്ന് ചോദിച്ചാൽ ഞാൻ അത്യുന്നതനായ ദൈവത്തിന്റെ മകനാന്ന് പറയണം. ആ ബോധം അകത്തുണ്ടാകണം. യേശുവിനോട് ചോദിച്ചപ്പോൾ യേശു എന്നാ പറയണേ? ഞാൻ ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ, ദൈവത്തിന്റെ മകൻ. യഹൂദന്മാർ കല്ലെടുത്തു, നീ നിന്നെ തന്നെ ദൈവത്തോട് സമനാക്കി. യേശുക്രിസ്തു പറയുന്നു, ഇതാ ദൈവത്തിന്റെ അരുളപ്പാട് കിട്ടിയവരൊക്കെയും ദൈവങ്ങൾ എന്ന് പറയുന്നുവെങ്കിൽ പിതാവ് വിശദീകരിച്ച് ഭൂമിയിലേക്ക് അയച്ച ഞാൻ ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞത് കൊണ്ടാണോ? അപ്പൊ യേശു ആരെന്നാ തന്നെ കുറിച്ച് പറഞ്ഞേ? ദൈവത്തിന്റെ മകൻ. നമ്മളും പറയണം, ക്രിസ്തയേശുവിൽ ഞാൻ ദൈവത്തിന്റെ മകൻ, ഈ ഭൂമിയിലെ ജനനത്തിൽ ഞാൻ മനുഷ്യന്റെ മകൻ, മകൾ, അത്യുന്നതനായ ഞാൻ വീണ്ടും ജനനത്തിൽ ഞാൻ ദൈവത്തിന്റെ മകൻ. ധൈര്യമായിട്ട് പറയണം. വായിച്ച അതിന്റെ 28, 29 അവരോട്, ഈ മൂപ്പന്മാരോടെ പാസ്റ്റർമാരോടെ ഈ പറഞ്ഞു കൊടുക്കണേ. വായിക്കേ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പൊ ദൈവദാസന്മാരെ, എഫേസോസിലെ ജാതീയ സഭയുടെ മൂപ്പന്മാരോട് മാത്രമല്ല പറയുന്നത്, ഇന്ന് ലോകത്തുള്ള എല്ലാ ദൈവദാസന്മാരോടും പറയുകയാണ്,
ആട്ടിൻകൂട്ടത്തെ മുഴുവൻ സൂക്ഷിച്ചുകൊള്ളൂ. കാരണം എന്താ? 29. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. മനസ്സിലായോ? ഞാൻ പോയ ശേഷം എന്ത് സംഭവിക്കും? ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത പാസ്റ്റർ വേഷം, അച്ഛൻ വേഷം, ശുശ്രൂഷക വേഷം ധരിച്ച് കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കയറും. എവിടെ നിന്ന് എഴുന്നേക്കും? നിങ്ങളുടെ ഇടയിൽ തന്നെ എഴുന്നേക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? താഴേക്ക് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി. ഇനി യേശുവിന്റെ പിന്നാലെ പോണതിനെ കുറിച്ചൊന്നും പറയത്തില്ല. ഞങ്ങളുടെ പിന്നാലെ അങ്ങ് പോവുക. നീ ഇന്ന സഭക്കാരനായ, ഇന്ന ഡിനോമിനേഷൻ ആയാൽ മതി. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയാൻ വിപരീത ഉപദേശം അവർ പ്രസ്താവിക്കും. വിപരീത ഉപദേശം. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു വിപരീത ഉപദേശമാണ് യേശുക്രിസ്തു ശിഷ്യന്മാരും പോയതിന് ശേഷം കടന്നു വന്ന, ശ്രദ്ധിച്ചു കേൾക്കുക, ത്രിയേക ദൈവം. ബൈബിളിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ബൈബിളിൽ ഇങ്ങനെ ഒരു സംഭവമില്ല. യേശുക്രിസ്തു ശിഷ്യന്മാരും പോയി ഏകദേശം 8-10 തലമുറ കഴിഞ്ഞ ശേഷം AD 325-ലും 381-ലും നിഖിയായിലും കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലത്ത് കമ്മിറ്റി കൂടി ഉണ്ടാക്കിയ സംഭവമാണിത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളത് ബൈബിളിലെ സത്യമായ കാര്യമാണ്. ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളിലും ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്. സത്യമായ കാര്യമാണ്. പക്ഷെ ഇത് മൂന്നുമേം കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ദൈവം എന്നുള്ളത് ബൈബിളിൽ ഇല്ല. ഒരു ത്രിയേക ദൈവം എന്നുള്ള സംഭവം ബൈബിളിൽ ഇല്ല. ഈ ത്രിയേക ദൈവം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? എന്തിനാ ഈ ത്രിയേക ദൈവം? ദൈവരായ സുവിശേഷത്തെ ബ്ലോക്ക് ചെയ്യാനാണ്. മനുഷ്യർക്ക് തിരിഞ്ഞില്ല, ബ്ലോക്ക് ചെയ്യാനാണ് ഈ സാധനം. കാരണം ദൈവരാജ്യ സുവിശേഷത്തിൽ നമ്മൾ ആരെ പോലെ ആകണം? ക്രിസ്തുവിനെ പോലെ ആകണം, അല്ലേ? അന്ന് ക്രിസ്തുവിനെ പിടിച്ച് ഈ അത്യുന്നതനായ ദൈവത്തിന്റെ ഒപ്പത്തിനൊപ്പം കയറ്റിയിട്ട് ഒരൊറ്റ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് ഒറ്റ ദൈവമാക്കി കഴിഞ്ഞാൽ ക്രിസ്തു ആരായി? അത്യുന്നതനായ ദൈവമായി. ഇനി നമുക്ക് ക്രിസ്തുവിനെ പോലെ ആകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഒരിക്കലും പറ്റില്ല. 3 തുല്യ ശക്തികൾ നിൽക്കുകയാ. നമ്മൾ താഴെ തരണേ തരണേ തരണേ. അങ്ങനെയല്ല വിശുദ്ധ ബൈബിളിലെ സന്ദേശം. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പുത്രനായ ഈ ക്രിസ്തുവോട് അനുരൂപമായിട്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളും ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ സഹോദരന്മാരും കൂട്ടവകാശികളുമായി മാറി നമ്മൾ ക്രിസ്തുവിന്റെ തലയുടെ കീഴിൽ നമ്മൾ ഈ പ്രപഞ്ചത്തെ വാഴണം. ഇതാണ് സന്ദേശം. ആർക്കു വേണ്ടി? അത്യുന്നതനായ ദൈവത്തിന് വേണ്ടി. അങ്ങനെ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിന്റെ തലയായിരിക്കും, ക്രിസ്തു നമ്മുടെ തലയായിരിക്കും. അങ്ങനെ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിലുള്ളവരിലൂടെയും ഈ ഭൂമിയെ വാഴും. ഇതാണ് സന്ദേശം. ഇതിനു വേണ്ടി നമ്മൾ വിളിച്ചിരിക്കുന്നത്. ഈ സന്ദേശത്തെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പിശാച് നമ്മുടെ അറിവില്ലായ്മ നിമിത്തം, നമ്മുടെ കാരണവന്മാരുടെ അറിവില്ലായ്മ നിമിത്തം ഉണ്ടാക്കിയ സംഭവമാണ് ബൈബിളിലെ സത്യമായ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന സംഭവം എടുത്തിട്ട് അതിനെ കൂട്ടി ഒരുമിപ്പിച്ച് ത്രിയേക ദൈവമാക്കി വെച്ചത്. ബൈബിളിൽ എങ്ങുമില്ല ഈ സംഭവം. ഹല്ലേലൂയ. പിതാവ് എന്ന് പറഞ്ഞാൽ അത്യുന്നതനായ ദൈവം, ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ ഒരേ ഒരു മകൻ, ഏകജാതൻ. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ ആത്മാവ്. ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞിട്ട് ഇത് മൂന്നും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ത്രിയേക പ്രവർത്തനമുണ്ട്. ശ്രദ്ധിക്കുക, ആ ത്രിയേക പ്രവർത്തനം ഉള്ളത് പിതാവിലല്ല, ക്രിസ്തുവില. നമ്മുടെ ഉള്ളിൽ അതുകൊണ്ട് ത്രിയേക പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനത്തിന് ബൈബിൾ ഇട്ടിരിക്കുന്ന പേര് ലോ ഓഫ് ദ സ്പിരിറ്റ് എന്ന, ആത്മാവിന്റെ നിയമം. ഇത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. ദൈവം അനുവദിക്കുന്ന പുറകെ അത് മനസ്സിലാക്കും. ഇത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മൾ റിസൾട്ട് വരത്തുള്ളൂ, അല്ലെങ്കിൽ റിസൾട്ട് വരില്ല. ഈ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങൾ സ്വതന്ത്രമാക്കും. നമ്മുടെ പ്രവർത്തന രീതി, സിസ്റ്റം മാറണം. നിങ്ങൾക്കറിയാം, ഇപ്പൊ കാറുകളൊക്കെ അല്ലെങ്കിൽ വണ്ടികളൊക്കെ പെട്രോൾ ഡീസൽ എഞ്ചിൻ മാറ്റിയിട്ട് IC എഞ്ചിൻ മാറ്റിയിട്ട് ഇപ്പോൾ ഇലക്ട്രിക് EV ആകാൻ തുടങ്ങി.
എത്ര പേർക്ക് അറിയാം അതൊക്കെ? ഇലക്ട്രിക് വെഹിക്കിളാകാൻ തുടങ്ങി. അറിയാമോ? നിങ്ങൾക്കറിയാമോ ഈ ടാറ്റയുടെ വണ്ടി, നെക്സോൺ എന്നുള്ള വണ്ടി, അത് ഡീസൽ, IC എഞ്ചിൻ വണ്ടിയാ, ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ ഇട്ട് ഓടുന്ന വണ്ടിയാ. എന്നാൽ അതേ വണ്ടി ഇപ്പോൾ EV ഓടുന്നുണ്ട്. സെയിം സാധനം EV ഓടുന്നത്, ഇലക്ട്രിക് വെഹിക്കിളായിട്ട് ഓടുക. അപ്പൊ നിങ്ങൾ പെട്രോൾ മാത്രം അടിച്ച്, ഇതുവരെ പെട്രോൾ അടിച്ച് മാത്രം വണ്ടി ഓടിച്ച ആള്, പുറത്ത് വണ്ടി സെയിം, പക്ഷെ അകത്തെ ടെക്നോളജി മാറി. ഇതേപോലെ നമ്മുടെ ടെക്നോളജി, ക്രിസ്തുവിൽ ടെക്നോളജി മാറി. പുറമെ ആള് സെയിമാ, അകമേ ടെക്നോളജി മാറി. ആ ടെക്നോളജിയാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്. ആ ലോ ഓഫ് ദ സ്പിരിറ്റില് പിതാവ് തന്റെ ആത്മാവിനെ പുത്രന് കൊടുത്ത് പുത്രനിലൂടെ പ്രവർത്തിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രവർത്തനത്തെ തെറ്റിദ്ധരിച്ചാണ് നമ്മുടെ പിതാക്കന്മാർ ത്രിയേക ദൈവത്തെ ഉണ്ടാക്കിയത്. ഇത് ദൈവത്തിലല്ല ഈ പ്രവർത്തനം, ക്രിസ്തുവിലാണ് ഈ പ്രവർത്തനം, ദൈവപുത്രനിൽ. അതുകൊണ്ട് ക്രിസ്തുവെ പോലെയാകാൻ നമ്മൾ വിളിച്ചിരിക്കുന്നതുകൊണ്ട് ഈ പ്രവർത്തനം നമ്മളിലും വേണം, എങ്കിലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. സ്വർഗസ്ഥ പിതാവിനെ പ്രവർത്തിക്കാൻ ക്രിസ്തു വേണ്ട. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന വ്യക്തിത്വമാ. എന്നാൽ ക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്നതാണ് പിതാവിന് ഇഷ്ടം. സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവെ ജനിപ്പിച്ചതിൽ ക്രിസ്തുവിന് യാതൊരു പങ്കുമില്ല. നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പുത്രന്റെ യാതൊരു പങ്കുമില്ല. ഇതാ ഞാൻ എന്റെ പുത്രനെ സിയോനിൽ രാജാവായി വാഴിച്ചിരിക്കുന്നു. അത് പിതാവ് വാഴിച്ച, പുത്രന് യാതൊരു പങ്കുമില്ല. പിതാവ് ഏകനായി പ്രവർത്തിക്കും, പിതാവിന് പുത്രന്റെ ആവശ്യമില്ല. പക്ഷേ പിതാവ് പുത്രനിലൂടെ പ്രവർത്തിക്കുന്നതാണ് പിതാവിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. യേശുക്രിസ്തു യഹൂദന്മാരോട് പറയുകയാണ്, എന്റെ പിതാവിനെ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്ക വരാൻ പറ്റത്തില്ല. പിതാവ് ആകർഷിക്കാൻ പിതാവിന് പുത്രന്റെ ആവശ്യമില്ല, എന്റെ പിതാവ് ആകർഷിക്കും. അങ്ങനെ പിതാവ് ആകർഷിച്ച് എന്റെ അടുക്കൽ വന്നാൽ മാത്രമേ എന്റെ പണി തുടങ്ങുന്നുള്ളൂ. ഹല്ലേലൂയ. എന്റെ പിതാവ് ഏകനായി പ്രവർത്തിക്കുന്നതാണ്, ത്രിയേകമായി പ്രവർത്തിക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷെ എന്റെ പിതാവിന് എന്നിലൂടെ പ്രവർത്തിക്കാൻ താല്പര്യം. സകലതും എന്നിലൂടെ സൃഷ്ടിച്ചേ, ഞാൻ മുഖാന്തരം, ഞാനല്ല സൃഷ്ടിച്ചേ, എന്റെ അപ്പൻ ഞാൻ മുഖാന്തരം സൃഷ്ടിച്ചേ. ഹല്ലേലൂയ. മുഖാന്തരമായി സൃഷ്ടിക്കാൻ അപ്പൻ എന്ത് ചെയ്യും? തന്റെ ആത്മാവിനെ എനിക്ക് തരും. അങ്ങനെ പിതാവ് പുത്രനായി എന്നിൽ തന്റെ ആത്മാവിന് തരും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന്റെ ഏകീകൃത പ്രവർത്തനം ക്രിസ്തുവിൽ. ഇതാണ് ആ ത്രിയേക പ്രവർത്തനം. അതിന്റെ പേര് ബൈബിളിൽ ഇട്ടിരിക്കുന്നത് ലോ ഓഫ് ദ സ്പിരിറ്റ് എന്നാണ്. അതിന്റെ മറ്റൊരു പേരാണ് ആത്മാവിന്റെ നിയമം. അതിന് ഇംഗ്ലീഷ് പേര്. ഇനി അതിന്റെ മറ്റൊരു പേരാണ് സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണം, ലോ ഓഫ് ലിബർട്ടി. അതാണ് നമ്മുടെ പുതിയ സിസ്റ്റം, EV സിസ്റ്റം. ഇലക്ട്രിക് വെഹിക്കിൾ പോലെ. മറ്റേത് IC സിസ്റ്റം. IC ആ പെട്രോളും ഡീസലും ഉപയോഗിക്കുന്ന വണ്ടി പോലെ. ഇന്ന് നമ്മളത് മാറിയിട്ട് ഇതാ ആത്മാവിന്റെ നിയമത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. പക്ഷെ ആത്മാവിന്റെ നിയമം ഇന്ന് സഭകളിൽ അറിയത്തില്ല. ആത്മാവിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അല്ല വാവിളിക്കും. ക്രിസ്തുവിൽ പ്രവർത്തിച്ചിരുന്ന നിയമമാണിത്. ഇത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഈ ഒരു സംഭവം നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മളുടെ റിസൾട്ട് വരും, അല്ലെങ്കിൽ റിസൾട്ട് വരത്തില്ല. അല്ലെങ്കിൽ ക്രിസ്തു വരുന്ന പുതിയ വീഞ്ഞു കൊണ്ട് നമ്മൾ പഴയ തുരുത്തി കൊണ്ടുവച്ചു, വീഞ്ഞും പൊട്ടി, തുരുത്തിയും പൊട്ടി, വീഞ്ഞും പോയി. ഇതേ അവസ്ഥയാണ് ഇന്നത്തെ കാര്യം. കാരണം ഈ ദൈവരായത്തെക്കുറിച്ചോ ദൈവരായത്തിലെ പുതിയ സൃഷ്ടിയെക്കുറിച്ചോ പുതിയ സൃഷ്ടി ഉപയോഗിക്കുന്ന നിയമത്തെക്കുറിച്ചോ ഒന്നും അറിഞ്ഞുകൂടാ. പഴയതിൽ കിടന്നുകൊണ്ട് അങ്ങ് വിരകുക. കർത്താവ് പറഞ്ഞു ഒരു കാര്യമില്ല, ന്യായപ്രമാണത്തിനെയും പ്രവാചകന്മാരുടെയും കാലൊക്കെ കഴിഞ്ഞു. അത് യോഹന്നാൻ വരെയുള്ളൂ. അന്ന് മുതൽ ദൈവരാജ്യം സുവിശേഷമായി അറിയിച്ചു വരുന്നു. എന്നാൽ കള്ളപ്രവാചകന്മാർ കയറി അതിനെ പൊക്കി, അതിനെ മുക്കി. ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടന്ന് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കൊണ്ടുപോകും. അത് സംഭവിച്ചു. ഇത് ദൈവരാജ്യ സൂചിയുടെ കാണാനില്ല, ബൈബിളിന്റെ സിലബസിലില്ല, ഔട്ടായി. ഓൾഡ് ടെസ്റ്റ്മെന്റ് സർവേ, ന്യൂ ടെസ്റ്റ്മെന്റ് സർവേ, പ്രസംഗശാസ്ത്രം, ഇതാ അങ്ങനെ പലതും ഒക്കെ എഴുതി ഞങ്ങൾ പരീക്ഷ പാസ്സായി. പക്ഷേ ദൈവരാജ്യ സൂചിയുടെ ഒരു സബ്ജക്റ്റ് സിലബസിലേ ഇല്ല. ഹല്ലേലൂയ. ആകപ്പാടെ പഠിപ്പിച്ചത് തെറ്റിച്ച് കളയാൻ വേണ്ടി പഠിപ്പിച്ചത് ദൈവരാജ്യം വേറെ, സ്വർഗരാജ്യം വേറെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത് പഠിച്ചവരോട് ഞങ്ങൾ കൺഫ്യൂഷനുമായി. അങ്ങനെ ഒരു സംഭവമില്ല. ദൈവരാജ്യം സ്വർഗരാജ്യം ഒരു സംഭവം തന്നെയാണ്. അപ്പൊ മൊത്തം കൺഫ്യൂസ് ചെയ്യിക്കുന്ന പിശാചിന്റെ തലം. അപ്പൊ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ സംഭവങ്ങൾ മനസ്സിലാക്കി. ഇതിന്റെയൊക്കെ ഉദ്ദേശം ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശമാ. ഇത് നമ്മൾ അറിയാതിരിക്കാൻ, ഇത് ദൈവത്തിന്റെ ആത്മാവിനാൽ അല്ലാതെ നമുക്കിത് അറിയുവാൻ കഴിയുകയില്ല. അപ്പോ നമ്മളിത് അറിയാതിരിപ്പാൻ തക്കവണ്ണം, ഇതാ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഓ ഫാദർ വി താങ്ക് യു. ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശം, ഏറ്റവും എതിർക്കപ്പെടുന്ന സന്ദേശം. ഹല്ലേലൂയ. ഇത് രണ്ട് വാളുകൾ കണ്ടോ?
ഈ രണ്ട് വാളുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ദാ ഒരു വാള്, ആ വാളിന് പേരിട്ടിരിക്കുന്നു ത്രിയേക ദൈവം, ട്രൈയൂൺ ഗോഡ്. ഒപ്പത്തിൽ നോക്കിക്കോളാം. ഇത് സ്വർഗസ്ഥ പിതാവ് പറഞ്ഞിട്ടില്ല, ക്രിസ്തു പറഞ്ഞിട്ടില്ല, അപ്പസ്തോലന്മാർ ആരും പറഞ്ഞിട്ടില്ല, ബൈബിളിൽ എഴുതിയിട്ടും ഇല്ല. ക്രിസ്തുവും അപ്പസ്തോലന്മാരൊക്കെ പോയതിനു ശേഷം ഏകദേശം 8-10 തലമുറ കഴിഞ്ഞ് AD 381 ഈ ത്രിയേക ദൈവത്തിന്റെ പിറവി. ആരെയാ? കമ്മിറ്റി കൂടി കണ്ടോ? മനുഷ്യ കമ്മിറ്റി കൂടി സൂനകദോസ് കമ്മിറ്റി കൂടി ഇറക്കിയ ത്രിയേക ദൈവം. ഒരു വാള്. ഉടനെ അതിനെതിരെ ഓൾറെഡി ബൈബിളിൽ യേശു പറഞ്ഞ വാള് ഇതുണ്ടോ, അടുത്ത വാൾ അതിനെ ബ്ലോക്ക് ചെയ്യുക. യേശു പറഞ്ഞ എന്താ? യേശു പറയാണ് ഓൺലി ട്രൂ ഗോഡ്, ഓൺലി ട്രൂ ഗോഡ്, എൻ്റെ പിതാവ് മാത്രമാണ്. ഹല്ലേലൂയ. ഏക സത്യദൈവം എൻ്റെ പിതാവാ. യോഹന്നാൻ 12:3. നിങ്ങൾ ആര് പറഞ്ഞ വിശ്വസിക്കും? സൂനകദോസിലെ മനുഷ്യ കമ്മിറ്റി പറഞ്ഞ മനുഷ്യാലോചന വിശ്വസിക്കുവോ? അത്യുന്നതനായ ദൈവത്തിന്റെ മകനായ ക്രിസ്തു പറഞ്ഞ ദൈവാലോചന വിശ്വസിക്കുവോ? നിങ്ങൾ തീരുമാനമെടുത്തോ. സൂനകദോസ് കൂടി മനുഷ്യാലോചന പറഞ്ഞു ത്രിയേക ദൈവം. ബൈബിളിലില്ല, പിതാവ് പറഞ്ഞില്ല, പുത്രൻ പറഞ്ഞില്ല, അപ്പോസ്തലന്മാർ പറഞ്ഞില്ല. യേശു അതിനെ വേറെ വാളുകൊണ്ട് ഓൾറെഡി വെട്ടിയിട്ടുണ്ട്. ഏക സത്യദൈവമായ അങ്ങയെയും. ഉടനെ നമ്മൾ യേശുവിന് ക്ലാസ് എടുക്കണം. യേശുവെ, അങ്ങേക്ക് തെറ്റുപറ്റി. ഞങ്ങളുടെ കമ്മിറ്റി കൂടി തീരുമാനിച്ചത് ഏക സത്യദൈവമല്ല, ത്രിയേക ദൈവമാണ്. അതുകൊണ്ട് യേശുവെ, അങ്ങ് മനസ്സ് പുതുക്കി മാനസാന്തരപ്പെട്ടുകൊള്ളൂ എന്ന് പറയാൻ ധൈര്യമുള്ള ആരാ ഉള്ള യേശുവിനോട്? ഇത് എന്തിനാ? ഇതാ പിശാച് നമ്മുടെ അറിവില്ലായ്മ നിന്ന് ഇറക്കി വിട്ടെ, വേറെ ഒന്നിനുമല്ല. ദൈവരാജ്യ സുവിശേഷത്തെ ബ്ലോക്ക് ചെയ്യാനാ. വിപരീതോപദേശം അവർ പ്രഖ്യാപിക്കും. ഞങ്ങൾ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ വരും, വിപരീതോപദേശം പറയും, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വിളിച്ചുകൊണ്ട് പോകും. ആരുടെ പേരും പറഞ്ഞു? യേശുവിന്റെ പേരും പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ പ്രിയ സഹോദരങ്ങളെ, അതുണ്ടാകരുത്. ഇത് രണ്ടിന്റെയും പുറകിൽ രണ്ടും രണ്ടുപേരാ. നോക്കിക്കോളൂ. ഇതാ ഈ അപ്പച്ചന്മാര് അവരുടെ അറിവില്ലായ്മ നിമിത്തം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം ബൈബിളിൽ അവർ കണ്ടു. അപ്പൊ ഇതിനെ ഒന്ന് സമന്വയിപ്പിക്കാൻ തക്കവണ്ണം അവരുണ്ടാക്കി വെച്ചാ ഇത്. പക്ഷെ ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ ഏകീകൃത പ്രവർത്തനം സ്വർഗസ്ഥ പിതാവിലല്ല, പുത്രനായ ക്രിസ്തുവിലാ. പുത്രനായ ക്രിസ്തു. ഇത് പഴയ ഉടമ്പടി പ്രവചനത്തിന്റെ വാഗ്ദത്ത. പഴയ ഉടമ്പടി പ്രവചനത്തിൽ ഈ ലോ ഓഫ് ദി സ്പിരിറ്റിനെ കുറിച്ച് വാഗ്ദത്തം പറയുന്നുണ്ട്. എസെക്കിയേൽ 36:27. അവിടെ സ്വർഗത്തിലെ ദൈവം പറയാണ്, ഇന്നത്തെ പോലെയല്ല അന്ന്. ലോ ഓഫ് ദി സ്പിരിറ്റിനെ കുറിച്ച് പറയാ, ഞാൻ, അതായത് അത്യുന്നതനായ ദൈവം, എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളാരാ? ദൈവപുത്രൻ, നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഇതാണ് ലോ ഓഫ് ദി സ്പിരിറ്റ്, അല്ലെങ്കിൽ ത്രിയേക പ്രവർത്തനം. ആരുടെ ഉള്ളിൽ? ദൈവപുത്രന്മാരുടെ ഉള്ളിൽ. ഇത് വ്യക്തതയോടെ തിരിച്ചറിയാം. അല്ലാണ്ട് സ്വർഗസ്ഥ പിതാവിനെ പ്രവർത്തിക്കാൻ പുത്രൻ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, നമ്മൾ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ദൈവം ഏകനായി പ്രവർത്തിക്കും. ഇവൻ കഴുതയിലൂടെ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് ഏകനായി പ്രവർത്തിക്കാം. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം തന്റെ പുത്രന്മാരിലൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ ദൈവത്തിന്റെ സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വായിച്ച എസെക്കിയേൽ 36:27. ആ ത്രിയേക പ്രവർത്തനം നിങ്ങൾക്ക് പഴയ ഉടമ്പടിയുടെ വാഗ്ദത്തമാണത്. നിങ്ങൾ മനസ്സിലാക്കും. വായിച്ചു. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. അപ്പൊ എത്ര പേരായി ഇവിടെ? ഞാൻ, എന്റെ ആത്മാവ്, നിങ്ങൾ. എത്ര പേരായി? ഞാൻ എന്ന് പറഞ്ഞ ആരാ? അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ്. എന്റെ ആത്മാവ് എന്ന് പറഞ്ഞ ആരാ? ദൈവത്തിന്റെ ആത്മാവ്. നിങ്ങളെന്ന് പറഞ്ഞ ആരാ? ദൈവപുത്രന്മാർ. മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിലാക്കും. അപ്പൊ മൂന്നും കൂടി ഒന്നിന്റെ ഉള്ളില്. സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ തന്നെയാണ്. എന്നാ സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിൽ നമ്മുടെ ഉള്ളിലേ വരും. തന്റെ ആത്മാവിൽ നമ്മുടെ ഉള്ളിലാക്കി നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഹെഡായിട്ട് നിങ്ങളെ ഞാൻ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. മനസ്സിലായോ? ത്രിയേക പ്രവർത്തനം ക്രിസ്തുവിന്റെ ഉള്ളിൽ, ക്രിസ്തുവിന് അനുരൂപമാകാൻ വിളിക്കപ്പെട്ട നമ്മുടെ ഉള്ളിൽ. അത് സ്വർഗസ്ഥ പിതാവിലല്ല ഇത്. സ്വർഗസ്ഥ പിതാവ് താൻ മാത്രം അമർത്യതയുള്ളവൻ, മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അടുത്താൽ നമ്മൾ ഇല്ലാതെയായി പോവും. ഹല്ലേലൂയ.
മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തും. ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഇന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്നു, ഭൂമിയെ ശുദ്ധീകരിക്കാൻ പോകുന്നു, ആകാശത്തെ ശുദ്ധീകരിക്കാൻ പോകുന്നു. എല്ലാ ശുദ്ധീകരണം കഴിയുമ്പോൾ താൻ പ്രത്യക്ഷനാകും. ഇതാ ദൈവത്തിന്റെ കൂടാരം, മനുഷ്യരോട് കൂടെ ദൈവം മനുഷ്യരോട് പാർക്കും. ഇതാ സുവിശേഷം. ദൈവവും മനുഷ്യരും ഒരുമിച്ച് പാർക്കുന്നതാണ് സുവിശേഷം. ഇതാണ് യേശു പ്രസംഗിച്ചത്. ദൈവരാജ്യം സമീപിച്ചു, നിന്റെ ദൈവം നിന്നോടുകൂടെ പാർക്കാനുള്ള കാലം സമീപിച്ചു. ബൈബിൾ തീരുന്നത് എങ്ങനെയാ? ഇതാ ദൈവത്തിന്റെ കൂടാരം, മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ഇങ്ങനെ ബൈബിൾ തീരുന്നത്. ഇതാണ് സുവിശേഷ സാക്ഷാത്കാരം. വെളിപ്പാട് 21:3 അവിടെ ഇങ്ങനെ പറയുന്നത്, ഇതാ പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നു, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്ന് പറയുന്നത്. അതായത് ദൈവം മനുഷ്യരോട് കൂടാരം അടിക്കാൻ പോവാന്ന്. ദൈവത്തിന് അതാണെന്ന് ഇഷ്ടമെന്നേ, മക്കളോട് താമസിക്കുന്ന ഇഷ്ടമെന്നേ, മക്കളോടുകൂടെ പ്രവർത്തിക്കുന്ന ഇഷ്ടമെന്നേ. ദൈവത്തിന് ഏകനായി പ്രവർത്തിക്കാൻ പറ്റാഞ്ഞിട്ടല്ല, ഏകനായി ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. വായിച്ചേ. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവം അവരോടുകൂടെ വസിക്കും. ശ്രദ്ധിച്ചു കേട്ടോ, ഇതാ മനുഷ്യരോടുകൂടെ. വെളിപ്പാട് 21:3 ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവം മനുഷ്യരോട് പാർക്കും. ധൂർത്തപുത്രൻ അവസാനം വന്ന ആരോടുകൂടെയാ വാർത്തേ? അപ്പനോടുകൂടെയല്ല വാർത്തേ. ഇത് തന്നെയാ സുവിശേഷം. അപ്പനോട് കൂടെയുള്ള ജീവിതമാ സുവിശേഷം. ഹല്ലേലൂയ. പപ്പ വരുന്നു എന്നുള്ള സന്ദേശമാണ് സുവിശേഷം. ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിന്റെ അപ്പൻ നിന്നോടുകൂടെ പാർക്കാൻ കാലം സമീപിച്ചു. ദൈവവും മനുഷ്യരും കൂടെ ഒരുമിച്ച് താമസിക്കാനുള്ള കാലം സമീപിച്ചു. ഇതല്ലേ 1 തിമോത്തി 5:9-10 പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ദേവദാസോട് വായിച്ചിട്ടുണ്ടാകും. അവിടെ പറയാണ്, ഇതാ ദൈവം എന്നെയും നിങ്ങളെ, സാവിത്രിയെയും തോമച്ചനെയും ഷാജിയെയും മീനാക്ഷിയെയും വിളിച്ചത് കോപത്തിനല്ല, അടിക്കാനല്ല. ഞാനും നിങ്ങൾ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്. നമ്മളെ വിളിച്ചത് ദൈവത്തോടുകൂടെ ജീവിക്കാനാണ്. ദൈവത്തോടുകൂടെ ജീവിക്കുക, അതാണ് സുവിശേഷം. തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കാൻ അത്രയും നിയമിച്ചത്. രക്ഷിക്കുന്നത് നമ്മൾ ദൈവത്തോടെ താമസിക്കാനാ. ഇതാണ് സുവിശേഷം. ഇതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. വായിച്ച 1 തെസ്സലോനിക്കർ 5:9-10 അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കാൻ മനസ്സിലാക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ദേവദാസന്മാർ. കാരണം ഈ ദൈവരാജ്യ സുവിശേഷവും രക്ഷയുടെ സുവിശേഷവും കൂടെ, ദൈവരാജ്യ സുവിശേഷത്തിന്റെ ഉള്ളിലെ രക്ഷയുടെ സുവിശേഷവും ഒരുമിച്ചായത് വന്നേക്കണേ, ആ പാക്കറ്റ്. ഹല്ലേലൂയ. ഇത് വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഓ ഫാദർ, വി താങ്ക് യു. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നു. മറക്കരുത്, ഈ വചനം മറന്നു പോകരുത്. എല്ലാവരുടെയും സ്ക്രീനിൽ നിന്ന് വായിക്കാം അറിയാവുന്നവര്. 9-10 ശബ്ദമുയർത്തി വായിച്ച്. നിങ്ങൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, ഇച്ചിരി ഉറക്കം വായിച്ചോ. അടുത്തിരിക്കുന്ന ആളൊന്നും കേട്ടോട്ടെ, അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പെട്ടോട്ടെ. എന്തിനാ അവരെ അനുഗ്രഹം തടയണേ? വായിച്ചേ. ദൈവം നിങ്ങൾക്ക് കണ്ണു കാണാൻ പറ്റുന്നില്ല അല്ലേ? ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന്. ആരോടുകൂടെ? ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. ചിലരൊക്കെ മോഹം കണ്ടിട്ട് ഒട്ടും സന്തോഷമില്ലാന്ന് തോന്നുന്നു. ഇത് പുള്ളിയുടെ കൂടെ ജീവിച്ചാൽ ഉള്ള താന്ത്രികം കൂടെ പോകും. ഈ മക്കൾക്ക് ആർക്കും അപ്പനോട് കൂടെ ജീവിക്കുന്നത് നല്ലൊരു മകന് ഇഷ്ടം അല്ല. കാരണം കാര്യമൊക്കെ ചോദിക്കും, ഉപദേശിക്കും. ഉപദേശം, പാപ്പയുടെ ഒരു ഉപദേശം, ഏത് നേരം ഉപദേശം. ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിന്. ഒന്ന് പറഞ്ഞേ. ഇതാണ് ദൂതപുത്രൻ അവസാനം തിരികെ വന്ന അപ്പനോട് കൂടെ ജീവിച്ചു. ഇതാണ് സുവിശേഷം മക്കളെ, ഇതാണ് സുവിശേഷം. എന്നാൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. മത്തായി 7:21-22-23 കർത്താവ് ന്യായാസനത്തിൽ വെച്ച് ചക്കത്തിനെ പുറത്താക്കുക. സുവിശേഷം അറിയിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കർത്താവിന്ന് വിളിച്ചു. കർത്താവ് പറഞ്ഞു, ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലം നിങ്ങളെ അറിയുന്നില്ല. എന്നെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും സ്വർഗസ്ഥല പിതാവിന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്താലേ കയറാൻ പറ്റൂ. അവിടെ പറയാണ്, ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച, ഇവിടെയാണ് നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം, നമുക്ക് വേണ്ടി മരിച്ച യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കാൻ അത്ര നിയമിച്ചത്. അതുമാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. രക്ഷ പ്രാപിക്കണം, യേശു മരിച്ചു, രക്ഷ പ്രാപിക്കണം. എന്തിനാ രക്ഷ പ്രാപിക്കണേ? ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിനാ. മനസ്സിലായോ? ഹല്ലേലൂയ. രക്ഷ പ്രാപിക്കുന്നത് ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിനാ. അതുകൊണ്ട് മറന്നു പോകരുത്. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ദൈവത്തോടുകൂടെ ജീവിക്കാൻ വിളിച്ചിരിക്കുക. ദൈവസന്ധി എഴുന്നേക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഓ ഫാദർ, വി താങ്ക് യു. ദിവസം മുന്നോട്ടേക്ക് വന്നാട്ടെ.
ലോർഡ് ഐ ലവ് യു. കേട്ട വചനം ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധി ധ്യാനിക്കാം. നമ്മളെ ദൈവം വിളിച്ചത് ദൈവത്തോടെ ജീവിക്കാനാണ്. ഇതിനെ തടയുന്ന അനേക സന്ദേശങ്ങളാണ് പിശാച് ഇറക്കി വിടുന്നത്. ഇതിനെ ബ്ലോക്ക് ചെയ്യരുത്. ഹല്ലേലൂയ. ത്രിയേക പ്രവർത്തനം ബൈബിളിലുണ്ട്. അതിന് ത്രിയേക പ്രവർത്തനം എന്നല്ല ബൈബിൾ പറയുന്നത്, ആത്മാവിൻ്റെ നിയമം എന്നാണ് ബൈബിൾ പറയുന്നത്. ഒരു ത്രിയേക ദൈവം ബൈബിളിലില്ല. യേശുവും പറഞ്ഞിട്ടില്ല, പിതാവും പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാരും പറഞ്ഞിട്ടില്ല. പക്ഷെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ബൈബിളിലെ സത്യമാണ്. ഹല്ലേലൂയ. നമ്മളുടെ പ്രവർത്തനം, ആ ദൈവം തൻ്റെ ആത്മാവിൽ നമ്മളിൽ വസിക്കുന്നു. അങ്ങനെ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തുവിൽ നമ്മൾ വസിച്ച് നമ്മൾ ഒരുമിച്ച് ആ ആത്മാവിനെ നയിക്കപ്പെടുന്നു. അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആത്മാവിൽ നയിക്കപ്പെടുന്നവരത്രേ ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് മുഴുവൻ ദൈവത്തിൽ നിന്ന് കേട്ടതാണ്. അത് നമുക്ക് പറഞ്ഞു തരും. നമ്മളതിൽ നയിക്കുമ്പോൾ ത്രിയേക പ്രവർത്തനമായി നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ അതിൽ ജീവിക്കാൻ, പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകണം. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നാം വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. പിതാവായ ദൈവവും ഏകാധിപതിയാണെന്നും പിതാവായ ദൈവത്തിന് സ്വന്തമായിട്ടെല്ലാം ചെയ്യുവാൻ സാധിക്കുമെന്നും തൻ്റെ പുത്രനായ ക്രിസ്തുവിന് പിതാവിനെ കൂടാതെ ഒന്നും ചെയ്യുവാൻ, സ്വയത്തിൽ നിന്ന് പ്രവർത്തിപ്പാൻ സാധ്യമല്ല എന്നും നാം കേട്ടു. ദൈവം നമ്മെ വിളിച്ചത് പിതാവായ ദൈവത്തെ പോലെയാകാനല്ല, തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകാനാണ് വിളിച്ചിരിക്കുന്നത്. പിതാവായ ദൈവം പുത്രനിലൂടെ പ്രവർത്തിക്കുന്നത് ത്രിയേകമായിട്ടാണ്. പിതാവായ ദൈവം തൻ്റെ ആത്മാവിലൂടെ പുത്രനിലുള്ളവരിലൂടെയും പ്രവർത്തിക്കുന്നു. ദൈവം നമ്മെ വിളിച്ചത് ആത്മാവിൻ്റെ നിയമം അനുസരിച്ച് ജീവിപ്പാനാണ്. അങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ മനസ്സിനകത്തും ചിന്തയ്ക്കകത്തൊക്കെ ഇതിന് വിപരീതമായി ലോകം പഠിപ്പിച്ചത് ദൈവം 3 പേരാണ്, തുല്യമാണ് എന്നൊക്കെ നമ്മെ പഠിപ്പിച്ചു. ഇതൊക്കെ വ്യാജമാണെന്ന് വചനത്തിലൂടെ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരച്ചു കാണിച്ചു. നമുക്ക് വിശ്വസിക്കാം, പിതാവേ, അവിടുന്ന് പുത്രനിലൂടെ ഇടപെട്ടതുപോലെ തന്നെ ഞങ്ങളിലൂടെയും അവിടുന്ന് ഇടപെടുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ അവകാശം ഞങ്ങൾക്ക് തന്നു, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം തന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് വചനത്താൽ ശുദ്ധീകരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കേട്ട വചനം തന്നെ പരിശുദ്ധാത്മാ വീണ്ടും ഓർമ്മപ്പെടുത്തി ദൈവവചനത്തിൽ ഉറയ്ക്കുവാൻ അവിടുന്ന് കൃപ നൽകുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്ക് പ്രഭാത ഭക്ഷണത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു.